എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോവുക. എന്തായാലും ഓവർകം ചെയ്തല്ലേ പറ്റൂ. നമുക്ക് അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് നിൽക്കാനും പറ്റില്ലല്ലോ. എന്നെക്കാട്ടിലും ഭയങ്കര സ്ട്രോങ് ആണ് എൻ്റെ ഹസ്ബൻഡ്. ഭയങ്കര സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പേര് പോലെ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഐ ഫീൽ വെരി പ്രൗഡ്. ആക്ച്വലി ഞാൻ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഹോളിവുഡ് റിപ്പോർട്ടർ അവരുടെ മാഗസീൻ ഒരു 50 വിമനെ സെലക്ട് ചെയ്തു ഇന്ത്യയിൽ നിന്ന്. ഐ വാസ് വൺ ഓഫ് ദം. സോ ഐ വാസ് വെരി പ്രൗഡ്. ലൈക്ക് ഇപ്പം നമ്മൾ ചെയ്ത വർക്കിന് ഇങ്ങനെ ഒരു കിട്ടുന്നു. ഞാൻ ബാംഗ്ലൂർ ഡേയ്സിന് അവാർഡ് വാങ്ങിക്കുന്ന എൻ്റെ ഫാദർ കണ്ടു. ഭയങ്കര പ്രൗഡാണ്. എന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എന്നോട് സംസാരിച്ചു. ഇങ്ങനത്തെ ഓരോന്ന് സംഭവിക്കുമ്പോൾ ഐ മിസ് ഹിം എ ലോട്ട്. പിന്നെ ഇപ്പോൾ അപ്പച്ചനാണ് എന്നെ അത്ര സ്ട്രോങ് ആക്കിയത്. ടു ബി എ സ്ട്രോങ് വിമൻ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യണം. എൽഡസ്റ്റ് സൺ സെഡിൻ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് മൂവി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൻവർ റഷീദിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങനെ നോക്കാം. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടർ. അങ്ങനെയാണ് ഞങ്ങൾ അൻവർ റഷീദിനെയാണ് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ പുള്ളി പ്രൊഡക്ഷൻ ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോഴങ്ങനെയാണ് അതിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ബാംഗ്ലൂർ ഡേയ്സിൽ അഞ്ജലി മേനോൻ ഡയറക്റ്റ് ചെയ്ത. അപ്പോൾ ആ എക്സ്പീരിയൻസ് നന്നായി വന്നതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിൽക്കാമെന്ന് ഉറപ്പിച്ചത്. ഞാൻ RDX എടുത്തപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തോ ഇവരെ വെച്ചിട്ടൊക്കെയാണോ ഇത്ര റിസ്ക് എടുക്കുന്നത്? പക്ഷെ അത് എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ആ സിനിമ നന്നായി വരുമെന്ന്. അപ്പോൾ ഡയറക്ടറിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ സൂപ്പർ ഹീറോസിനോടുള്ള ആ ക്രേസാണ് മിന്നൽ മുരളി ചെയ്യാനുള്ള റീസൺ. അവരാണ് പറഞ്ഞത്. കാരണം മലയാളത്തിൽ സൂപ്പർ ഹീറോ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് മിന്നലടിക്കുന്നു, ശക്തി കിട്ടുന്നു, ഇതാണ് അവർ പറയുന്നത്. ആകെ കൂടി പറഞ്ഞൊരു ലൈൻ അതാണ്. ഇവരിനെ എഴുതിയൊക്കെ കൊണ്ടുവരാതെ നമ്മളെങ്ങനെയാ ഫിക്സ് ചെയ്യുന്നപ്പോൾ പറഞ്ഞില്ലല്ലോ നമുക്കിത് ചെയ്യണമെന്നും. രണ്ടുപേരും ഒരേപോലെ ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. മിന്നൽ മുരളിയിൽ ഏറ്റവും എക്സ്പെൻസീവ് ഷോട്ട് ഭയങ്കര ബഡ്ജറ്റ് കയറിയായിരുന്നു. കാരണം ആ ഒരു ഹോൾ ഏരിയയിൽ ലൈറ്റിങ്ങും അതൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഡെയിലി ഭയങ്കര കോസ്റ്റായൊരു ഏരിയ. അതിനൊരു പാർട്ട് 2 ഒക്കെ പ്ലാൻ ചെയ്തു. Cinema often celebrates faces on screen, but today we pause to honor the mind behind the magic. She didn't inherit cinema. She entered it with intuition, courage, and conviction. From building a life beyond borders to building stories that touched millions. From motherhood shaping meaning to leadership shaped by silence. She represents a new generation of creators where power is calm, decisions are deliberate, and success is sustainable. She doesn't chase noise, she creates impact. Today on Shine with Nalin, we go on beyond box office numbers and beyond cinema to explore choices, courage, and the women behind the vision. Please welcome Sophia Paul. Welcome ചേച്ചി. വെൽക്കം. കൊല്ലത്തുനിന്നാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഹങ്കാരം. I always often talk to her in Instagram and I call her majestic lady. Because I observe, കാരണം ഞാനൊരു മകനാണ് ആക്ച്വലി. അപ്പം ഗീതയമ്മ 47-ാമത്തെ വയസ്സിൽ എന്നെ വിട്ടിട്ട് പോയി. അപ്പം ഒരു മെജസ്റ്റിക് ലേഡിയാണ് അമ്മ. അപ്പം ഞാൻ ഓരോ ഹീറോയിക് ആറ്റിറ്റ്യൂഡുള്ള ലേഡീസിലും ഞാൻ കാണും എൻ്റെ അമ്മയെ. ഫോർ എക്സാമ്പിൾ ആ റെസ്പെക്റ്റാണ് ഞാൻ കാണുന്നത്. ആൻഡ് അവർ തലയുയർത്തി നിൽക്കുന്നതും അവർ ക്യാരി ചെയ്യുന്നതും എല്ലാം ഞാൻ കാണും. മാത്രമല്ല ദ വേ യു ആർ ഹോൾഡിങ് യുവർ ഫാമിലി ഓൾസോ, that is simply so beautiful and I look into it. ചേച്ചി, this is basically a podcast where we talk about influential stories. ചേച്ചി ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ മൗണ്ട് കാർമലിലുണ്ടായിരുന്നു. അതായത് ഇൻഫന്റ് ജീസസിൽ ഞാനൊരു 5th സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ചേച്ചിയുടെ മൗണ്ട് കാർമൽ ലൈഫൊക്കെ? സിസ്റ്റർ പെട്രീഷ്യ ആയിരുന്നു. പക്ഷെ ഞാനൊരു സ്കൂൾ ബോർഡർ ആയിരുന്നു കുറേ നാള്.
ഹൗസ് ബോർഡറായിരുന്നു. ഹൗസ് ബോർഡിംഗ് ഉണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് അതൊക്കെ നമുക്ക് ഒരു പരിധിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഡിസിപ്ലിനൊക്കെ ഉണ്ട് ലൈഫിന്. ഒരു ബോർഡിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ടെല്ലാം ചെയ്യണമല്ലോ. നമുക്ക് വീട്ടിലാകുമ്പോൾ നമ്മുടെ മമ്മി എല്ലാം ചെയ്തു തരും. ഈവൻ കഴിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒന്നും അറിയണ്ട, എല്ലാം ഹോട്ടലിൽ പോയി കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒബ്വിയസ്ലി ബുക്സൊക്കെ നമ്മൾ പോവുക സ്കൂളിൽ, ഒന്നും അറിയണ്ട. അപ്പം ബോർഡിങ്ങിലാകുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ചേച്ചി അന്നത്തെ കാലത്ത് ബോർഡിങ് എനിക്കും അറിയാവുന്ന ഭയങ്കര സഫറിങ് അല്ലേ? സിസ്റ്റേഴ്സ് ചേച്ചി ഇത് ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പൊ എനിക്ക് ഐ ആം പ്രൗഡ്. എൻ്റെ പാരൻസ് അന്ന് എന്നെ ആ സ്കൂളിൽ പഠിപ്പിച്ചല്ലോ. അന്ന് ഗോ ത്രൂ ചെയ്തതൊക്കെ അന്നൊക്കെ നമുക്ക് ബോർഡിങ് നിൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ഐ ഡിഡ്ന്റ് ലൈക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കും, എന്തെങ്കിലും എനിക്ക് എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും ബോർഡിങ് നിർത്തില്ല എന്നൊക്കെ അന്ന് ഞാൻ ചുമ്മാ ചിന്തിക്കും. കാരണം അതൊരു ഭയങ്കര നല്ലൊരു എന്താ പറയുക, സ്ട്രിക്റ്റ് ആണ്. പിന്നെ പറഞ്ഞെടുക്കുക നല്ല സ്ട്രിക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഇത്ര മണിക്ക് രാവിലെ ഇല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സിസ്റ്റേഴ്സ്. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേക്കണം, അത് മടിയാണല്ലോ പിള്ളേർക്ക് പൊതുവേ രാവിലെ എഴുന്നേക്കുക എന്നുള്ളതൊരു. ഇപ്പം ഞങ്ങൾക്കൊരു 5 എഴുന്നേക്കണം. മാസുണ്ട്, ഡെയിലി മാസുണ്ട്. ഇപ്പം നമ്മൾ ക്രിസ്ത്യൻസ് എല്ലാം ഒരു ചാപ്പലുണ്ട് ബോർഡിങ്ങിനുള്ളിൽ. അപ്പം നമ്മൾ ആ മാസിന് പോവും. അപ്പോൾ ആ മാസിന് പോകാനൊരു യൂണിഫോമുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് യൂണിഫോം വെയർ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ സ്കൂളിൽ ഇത്ര ഒരു ഫസ്റ്റ് ബെല്ലിന് മുന്നേ ഇത്ര മിനിറ്റ് മുന്നേ നമ്മൾ പോവുള്ളൂ. ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നോ? അങ്ങനെയില്ല, ഞാൻ ഭയങ്കര ടോക്കറ്റീവൊക്കെ ആയിരുന്നു. അങ്ങനെയില്ല. നമ്മൾ പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ സ്കൂൾ ലൈഫിൽ വല്ല പെർഫോമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ചേച്ചിയുടെ? ഉണ്ടായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അത്ലറ്റ് ആയിരുന്നോ ചേച്ചി? ജോയിൻ ചെയ്ത് സ്പോർട്സിലൊക്കെ പോയിട്ടുണ്ട്. പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് അല്ല, അതിൽ മീൻസ് നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ ആർട്ടിനെ ഡിസ്കവർ ചെയ്തത് നമുക്ക് ചെറുതിൽ പാട്ട് ഇഷ്ടമാ, ഡാൻസ് ഇഷ്ടമാ, ഇതൊക്കെ നമ്മൾ ഉണ്ടല്ലോ. അപ്പം പിന്നെ സിനിമ എന്ന് പറയുന്നത് അതൊരു വേറൊരു മേഖല. ഇപ്പോൾ വന്നേ സ്കൂൾ ലൈഫിൽ ചേച്ചി ഇപ്പോൾ ഈ പെർഫോം ഒക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചിയായിട്ട് ഇടിച്ചു കയറുന്നതാണോ അതോ? അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാജ്കുമാരി എന്ന് പറയും. പുള്ളിക്കാരിയുടെ ഗ്രാൻഡ് മദർ ഡാൻസ് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് സ്കൂളിൽ പെർഫോം ചെയ്യുക. അപ്പോൾ കുറച്ച് പേരെ ക്ലാസ്സിൽ സ്കൂളിൽ ഇങ്ങനെ വരുമ്പം സ്കൂളിലെ ഫീസ്റ്റിനൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം രാജ്കുമാരിയുടെ ഗ്രാൻഡ് മദറാണ് ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും. ഞങ്ങളൊരു 6-7 പേരെ സെലക്ട് ചെയ്തിട്ട് പുള്ളിക്കാരിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയി സ്കൂളിൻ്റെ അടുത്താണോ? അത് വാടിയിൽ, പള്ളിയുടെ അടുത്ത്. സ്കൂളിൽ നിന്ന് വിടുവോ? അല്ല, ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു സാറ്റർഡേ സൺഡേ ഒക്കെയാണെന്ന് തോന്നുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ടതിന് ശേഷം അങ്ങനെ പോയി പഠിച്ച് ഞങ്ങൾ പെർഫോം ചെയ്തിട്ട്. ഈ വീടുകളിൽ പോകുമ്പോൾ അന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അടുക്കളയിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണും. അമ്മമാർ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അന്ന് ഈ പൂ കേക്ക്, പിന്നെ ഈ പൊതി കേക്ക് അല്ലേ, നമ്മൾ കൊല്ലത്ത് കിട്ടുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഒരു കൗതുകം തോന്നാറുണ്ട്. രാജ്കുമാരിയുടെ ഫാദർ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും സിംഗപ്പൂരൊക്കെ. പുള്ളിക്കാരി അപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ തരും. പിന്നെ അവിടെ ഒരു മരമുണ്ട്, നമ്മുടെ എന്തോ മംബ്ലി മാസ്. ഇന്ന് ഞങ്ങളത് മേടിച്ച് കഴിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ മമ്മിയുടെ മീൻസ് എൻ്റെ ഫാമിലി ഹൗസിൽ മമ്മിയുടെ ഓപ്പോസിറ്റ് നമ്മുടെ നെയ്ബറിനുണ്ട് ഇത്. അപ്പോൾ അവിടെ പിടിക്കുമ്പോഴെല്ലാം ആ സീസൺ ആകുമ്പോൾ മമ്മി കൊടുത്തുവിടും. എനിക്കും എൻ്റെ ഗ്രാൻഡ് ചൈൽഡിനും ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മൂന്. അപ്പം ഞാൻ മമ്മി ഒരു 5-6 കൊടുത്തുവിടും ഇങ്ങനെ. പക്ഷെ അതാണ് എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ ഒരു മീൻസ് ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് ഇഷ്ടത്തോടെ അവർ നമുക്ക് തരും. അന്നാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. അങ്ങനെ ആ ഒരു ഓർമ്മ കഴിച്ചിട്ടുണ്ടാവും. അന്ന് ഈ പോകുന്ന വഴിക്കാണല്ലോ ഈ ജാമ്പയ്ക്ക, പച്ചമാങ്ങ ഇതെല്ലാം നിൽക്കുന്ന സമയം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരുന്നോ അതോ കൂട്ടുകാരി ഇത് ചെയ്യും കൂടെ നിൽക്കുകയായിരുന്നോ ചെയ്തിരുന്നത്? നമ്മളൊരു ഒരുമിച്ചൊരു 3-4 പേര് കാണുമല്ലോ, ഫ്രണ്ട്സ് കാണുമല്ലോ എപ്പോഴും. അതെ അതെ. ഗ്യാങ് ലീഡർ ആയിരുന്നോ? ലീഡർ എന്ന് പറയാനില്ല, എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഭയങ്കര മാസാണ്. ഇപ്പം എൻ്റെ ഒരു സെയിം ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഞങ്ങളൊക്കെ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ക്ലാസ് റൂമിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലൊക്കെ ഞങ്ങൾ. പക്ഷേ അവിടെ ഈ ഹൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ സെക്കൻഡ് ലാസ്റ്റ് അങ്ങനത്തെ ബെഞ്ചിലായിരിക്കും. അപ്പം എൻ്റെ ഫ്രണ്ടാണ് ബീന. അപ്പം ഇപ്പം ഞാൻ ബീനയുടെ ഒരു എക്സിബിഷന് അതാ ഞാൻ പറഞ്ഞു പോയി 64 യോഗിനീസിനെ വരച്ചു. ഷീസ് ആൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി പ്രൗഡ് ഇന്ന്. കാരണം ഞങ്ങളെപ്പോഴും പറയും ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാം ഭയങ്കര
ഹിറ്റ് മേക്കേഴ്സ് ആയിന്ന് ഞങ്ങൾ 3-4 പേരുണ്ട് അങ്ങനെ. ഈ പഠിച്ച് അവിടുന്ന് പിന്നെ കോളേജിലേക്ക് മാറി. ഏതായിരുന്നു കോളേജ്? കൊല്ലത്ത് തന്നെയായിരുന്നു, ഫാത്തിമേല. അതും പോഷ് കോളേജാണ്, ഭയങ്കര ഗ്ലാമറസ് കോളേജാണ്. ഞാൻ കൊല്ലം SM കോളേജിലായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ക്ലാസ് ആയിട്ടും കൊല്ലം SM കോളേജ് കുറച്ച് ലോക്കലാണ്, ഒരു ചെറിയൊരു ഗവൺമെൻറ് ടച്ച് ഉണ്ടെങ്കിലും. പക്ഷേ നമ്മളെല്ലാം നോക്കുന്ന ഏറ്റവും സ്റ്റൈൽ ആൻഡ് പിള്ളേരൊക്കെ ഉള്ളത് ഫാത്തിമ കോളേജ് എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയായിരുന്നു? അന്ന് അവിടെ ആർട്ട് ലൈനിൽ പിടിച്ചില്ല? പിന്നെ കോളേജ് കയറിയിട്ട് അങ്ങനെയൊന്നുമില്ല, ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കണക്ക് കോളേജ് ഫ്രണ്ട്സുമായിട്ട് ഇന്ന് കമ്പനിയൊക്കെ ഉണ്ട് ഇപ്പോഴും. അവർ വേറെ ആരെങ്കിലും ഫിലിമിലൊക്കെ വന്നോ? കോളേജ് ഫ്രണ്ട്സിൽ നിന്ന് ആരെങ്കിലും? ആരും വന്നിട്ടില്ല, ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഒരു സോളോ ട്രാവലായിരുന്നു. അതെ, അവരാരും ഫിലിമിൽ വന്നു. ഈ ഇൻറ്റ്യൂഷൻ എപ്പോഴാണ് ഉണ്ടായത്? ഗൾഫിൽ പോയെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഗൾഫിൽ ആക്ച്വലി ഇത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുണ്ടല്ലോ, ഓൾറെഡി ഫിലിം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഫാമിലിയിലുണ്ടല്ലോ. അവർ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പം പപ്പയ്ക്ക് തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പപ്പ അവിടെ തിയേറ്ററിലൊക്കെ പോയി മൂവി കാണും. അപ്പോൾ ഓൾറെഡി ആ സമയത്ത് പോളിൻ്റെ ബ്രദർ ഇറങ്ങിയിട്ടില്ല പ്രൊഡക്ഷനിൽ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 1 year കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തുടങ്ങി ഡിസ്ട്രിബ്യൂഷൻ. അവർ ഫസ്റ്റ് തുടങ്ങി, പിന്നെ അവർ പ്രൊഡക്ഷനിലോട്ട് പോയി. അപ്പോൾ ഇതെല്ലാവർക്കും മൂവി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഏരിയയാണല്ലോ. അപ്പോൾ ചേച്ചി ഗൾഫിലാണ്? ഞങ്ങൾ ഗൾഫിൽ കല്യാണം കഴിച്ചിട്ട് അവിടെയാണ്. അപ്പം നമുക്കന്ന് ഇഷ്ടമാണെങ്കിൽ അന്നൊന്നും നമ്മൾ പിന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഓൾറെഡി ഫാമിലിയിലുണ്ടല്ലോ, അവർ കുറേ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഗൾഫുകാർക്ക് ഒരു ചെറിയ ഫിയർ ഫാക്ടറും ഉണ്ടല്ലോ. അങ്ങനെ ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു ചേച്ചി? ഇല്ല, അന്ന് നമുക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ആക്ച്വലി അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ മക്കൾ 2 പേരും വന്നപ്പോൾ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മൂവി ചെയ്യണമെന്ന്. അങ്ങനെയാണ് നമ്മൾ 2014 അപ്പോൾ മക്കളാണ് ഇൻസ്പയർ ചെയ്തത്? അതെ, അവർ പറഞ്ഞു. അവർക്കും ഭയങ്കര, എനിക്കും പിള്ളേർക്കുമാണ്. അവന് പോളേട്ടൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഭയങ്കരമായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പേര് പോലെ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഈ പേരെങ്ങനെയാണ്? അത് സെലക്ട് ചെയ്തത് എൻ്റെ യങ്ങസ്റ്റ് ബ്രദറും പിന്നെ എൻ്റെ മൂത്ത മകനും കൂടെ, 2 പേരും. ഒരാൾ വീക്കെൻഡും എടുത്ത്, ഒരാൾ ബ്ലോക്ക് ബസ്റ്ററും സെലക്ട് ചെയ്തത്. അവർ 2 പേരും കൂടെയാണ് ആ പേര്. ചില പേരുകൾ ഫലിക്കുമെന്ന് പറയുന്നത് പോലെ ആയിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് ഗൾഫിൽ നിന്ന് ജോലിയെല്ലാം രാജിവെച്ച് നാട്ടിൽ വരാം, അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അങ്ങനെ അത് വിട്ടിട്ടല്ല. നമുക്കത് ഇതിനോടുള്ളൊരു ഇഷ്ടം, മൂവി ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടം വെച്ചിട്ട് തുടങ്ങിയതാണ്. ആ ഇൻഡ്യൂഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്ത സ്റ്റോറി ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു, നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് മൂവി ചെയ്യണം. അപ്പം എൽഡസ്റ്റ് സൺ സെഡിൻ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് മൂവി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൻവർ റഷീദിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങനെ നോക്കാം. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ അൻവർ റഷീദിൻ്റെ രാജമാണിക്യം, അങ്ങനെ ചോട്ടാ മുംബൈയൊക്കെ വന്ന് ഭയങ്കര ഹിറ്റായിട്ട് കഴിഞ്ഞ ടൈമൊക്കെ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അൻവർ റഷീദിനെയാണ് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വന്ന് പോയി മീറ്റ് ചെയ്തു. അപ്പോൾ പക്ഷേ പുള്ളി പ്രൊഡക്ഷൻ ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോഴങ്ങനെയാണ് അതിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ബാംഗ്ലൂർ ഡേയ്സിൽ, അഞ്ജലി മേനോൻ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നന്നായി വന്നതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിൽക്കാമെന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ഒരു പേഴ്സണാലിറ്റി എന്ന രീതിയിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഏതൊരു ഹ്യൂമനും ഉണ്ടാവും. നമ്മളിപ്പോൾ എത്രയെന്ന് പറഞ്ഞാലും ആ ഒരു വെള്ളിയാഴ്ച എത്തി അതിൻ്റെ റിസൾട്ട് അറിയുന്നിടം വരെ, കാരണം ഫണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ ആസ് എ ലേഡി എപ്പോഴെങ്കിലും ഈ പറയുന്ന ഒരു വിഷമം വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു, കാരണം വേണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ആ ഒരു ടാസ്ക് വന്നിട്ട് അത് ഓവർകം ചെയ്ത് കാണുമായിരിക്കാം, ബട്ട് ദെൻ അഗെയിൻ അങ്ങനെ ഒരു മൊമെൻ്റ് ലൈഫിൽ വന്നിട്ടുണ്ടോ? വേണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഭയങ്കര ഇഷ്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഇതാണല്ലോ. അപ്പം നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും ഒരിക്കലും നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോവില്ലല്ലോ. ദേ വിൽ ബി സം ഡൗൺസ്. പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഇതുണ്ടാവണം, സ്ട്രെങ്ത് ഉണ്ടാവണം. ഇപ്പം നമ്മൾ ലൈഫിൽ ബിസിനസ് അല്ലാതെ ചെയ്തും നമ്മളിതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഐ ക്യാൻ ഓവർകം ഇറ്റ്. ഞാൻ ഒരു കാര്യവും ഒരുപാട് ക്യാരി ചെയ്ത് പോകത്തില്ല കൂടെ. ആ ഒരു വിഷമം വന്നാൽ മേ ബി എ ഡേ, അതിൻ്റെ അപ്പുറം പോവില്ല. ബിക്കോസ് അടുത്ത പുതിയ ദിവസം നമ്മൾ ഇതിനെങ്ങനെയാണെന്നുള്ളതാണല്ലോ പ്ലാൻസ്. അത് എന്നെക്കാട്ടിലും ഭയങ്കര സ്ട്രോങ് ആണ് എൻ്റെ ഹസ്ബൻഡ്. പുള്ളി ഭയങ്കര സ്ട്രോങ്ങാണ്. അപ്പം അത് കാണുമ്പം നമുക്കൊക്കെ ഒന്നും പിന്നെ
ഭയങ്കര സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ. നിങ്ങളെന്തിനാ ഇങ്ങനെ, നമ്മളിതൊക്കെ അത് അങ്ങൊക്കെ പോവും, ഡോണ്ട് വറി, അങ്ങനെ പുള്ളിയാണ് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ഭയങ്കര സ്ട്രോങ് ആവുന്നൂടെ. ഈ ഓരോ സ്റ്റോറി കേൾക്കുമല്ലോ, ഇപ്പോൾ ബാംഗ്ലൂർ ഡേ സ്റ്റോറി കേൾക്കുന്നു, അല്ലെങ്കിൽ RDX സ്റ്റോറി കേൾക്കുന്നു. ഈ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യും. ചേച്ചിയെ പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എ പേഴ്സൺ ഹു ഹാസ് ചേഞ്ച്ഡ് ഇൻറ്റ്യൂഷൻ ഇൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതാണ് എനിക്ക് ചേച്ചിയെ പറ്റി അറിയാവുന്നൊരു വചനം. ഹൗ ഡസ് യു വർക്ക് ഓൺ ദാറ്റ്? ഇത് ഒരു കൂട്ടായ്മയാണോ, ഒരു ടീം വർക്കാണോ? സോ ഫസ്റ്റ് അതോ ബാക്കിയുള്ളവർ കേട്ടിട്ട് യു ഡു ദ ഫൈനൽ വർക്ക്? ഇപ്പോൾ പ്രെപ്പ് എന്ന് പറയുമല്ലോ, ഫോർ എക്സാമ്പിൾ നമ്മൾ മിസ്സംപ്ലേസ് ഒക്കെ ചെയ്തു വയ്ക്കും. എങ്ങനെയാണ് ഹൗ ഡു യു help the other entrepreneurs or the other upcoming girls, especially women, that നമുക്കിങ്ങനെ കുക്ക് ചെയ്താൽ നല്ലൊരു റെസിപ്പി ഉണ്ടാവും, നല്ലൊരു ഡിഷ് സെർവ് ചെയ്യാൻ പറ്റും ടു ആൻ എക്സ്റ്റെൻറ്റ്. എല്ലാം ഹിറ്റ് ആവണമെന്നില്ല. നമുക്കിടെ അതൊരു നമ്മളൊരു കഥ കേൾക്കുമ്പം ഇപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കേൾക്കും. അപ്പോൾ അത് മസ്റ്റാണ്. ഇപ്പോൾ ഒരാൾക്കത് വർക്കായില്ലെങ്കിൽ നമ്മൾ പറയില്ല, സജഷൻസ് പറയില്ല, അത് അവിടെ പോരാ അല്ലെങ്കിൽ ഇവിടെ പോരാ. അപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്ത് ആ പ്രോജക്റ്റായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അത് കാരണം എപ്പോഴും ചില കഥകൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നും ഫസ്റ്റിൽ തന്നെ കേൾക്കുമ്പോൾ. അപ്പം അങ്ങനെ തോന്നിയിട്ടുള്ളതൊക്കെ നന്നായി വന്നിട്ടുമുണ്ട്, നമുക്കത് അറിയാം. പിന്നെ ഈ പറയുന്ന കണക്ക് അറ്റ് ദി എൻഡ് ഓഡിയൻസ് അല്ലേ ഇത് തീരുമാനിക്കുന്നത്. എന്നാൽ നമ്മൾ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു 80% എങ്കിലും നന്നാകും എന്നുള്ള കോൺഫിഡൻസിലാണ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും ഫോർമുലയായിട്ടുണ്ടോ, അതോ ജസ്റ്റ് ഒരു ഗുഡ് ഫീലാണോ അതിനകത്ത് പിടിക്കുന്നത്? അല്ല, അത്രയും ആയിരിക്കണം നമ്മൾ കേൾക്കുമ്പോൾ. ഇതായിരിക്കും തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകനെ പോലെ. നമ്മളങ്ങനെയാണ്, നമ്മളൊരു ഓഡിയൻസിനെ പോലെ ഇരുന്നാണ് കഥ കേൾക്കുന്നത്. ഇപ്പം നമ്മൾ പല സിനിമകൾ കാണുന്നുണ്ട്, തിയേറ്ററിൽ പോകുമ്പോൾ അത് ഓഡിയൻസ് എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിക്ക സിനിമകളും ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഫീഡ്ബാക്ക് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അവർ ഏത് മൊമെൻറ്റിലാണ് ഇവർ ക്ലാപ്പ് ചെയ്യുന്നത്, ഏതാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് എവിടെയാണ് വർക്കാകും, കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. കഥകൾ ഹീറോ കോണ്ടൻറ്റ് തന്നെയാണ്, അത് നന്നായാൽ പിന്നെ നെക്സ്റ്റ് പാർട്ടാണല്ലോ കാസ്റ്റിങ്ങും ഒക്കെ വരുന്നത്. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷമാണല്ലോ. ചേച്ചിയുടെ ഈ ഒരു പുതിയ ഹീറോസ്, പുതിയ ഡയറക്ടർ, കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പരമ്പരാഗതമായി സിനിമകൾ ചെയ്ത് വർക്ക് ചെയ്ത് ഒരു ചേച്ചിയുടെ ഒരു തോട്ട് പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ഒരു 2014 ഇതിലേക്ക് ഡയറക്റ്റ്ലി ഇറങ്ങുന്നു, ഇതിനകത്ത് ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു തേർഡ് മൂവിയിൽ ഒരു ഫോർത്ത് മൂവി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊരു സൂപ്പർ ഹീറോയിസം ഒക്കെ കൊടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനകത്ത് ഫാമിലി എല്ലാവരും ഒരേപോലെ നിന്ന് തന്നെ എല്ലാവരും പറഞ്ഞു, ഒരാൾക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണമല്ലോ. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൂടുള്ളവൻ പറയണേ മണ്ടത്തരോടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ മണ്ടത്തരങ്ങളാണ് പല പ്രാവശ്യവും നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ബിഗ് ഹിറ്റായിട്ട്. കാരണം നമ്മളുടെ ഈ പ്രാന്തെന്ന് പറയും അതാണല്ലോ. ഇപ്പം ഓരോരുത്തരുടെയും കണ്ടുപിടുത്തങ്ങൾ അവരുടെ പ്രാന്താണ്. അപ്പം ഇത് ചേച്ചിക്ക് ഭ്രാന്താണ്, ഇല്ലെങ്കിൽ ഈ അറിയാമല്ലോ നമ്മുടെ സംസാരം, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ RDX എടുത്തപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തോ ഇവരെ വെച്ചിട്ടൊക്കെയാണോ ഇത്രയും റിസ്ക് എടുക്കുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. പിന്നെ പക്ഷെ അത് എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ആ സിനിമ നന്നായി വരുമെന്ന്. കാരണം ആ ഡയറക്ടറും പുതിയതായിരുന്നു. പക്ഷെ നമുക്ക് ആ ഡയറക്ടറിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഒരാൾ വന്ന് കഥ നറേറ്റ് ചെയ്യുമ്പോഴും അയാളുടെ പ്രീവിയസ് വർക്ക് കാണുമ്പോഴും അയാൾക്കിത് ചെയ്യാൻ പറ്റും, നമുക്കത് ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഇയാളിത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയ കോൺഫിഡൻസ് ഉടച്ചിട്ട് പിന്നെ അത് വർക്ക് ചെയ്ത ഇൻസിഡൻസ് ഉണ്ടോ ചേച്ചിയുടെ ലൈഫിൽ? അത് മീൻസ് അത് ഞാൻ പറഞ്ഞു RDX ഒരുപാട് പേര് പറഞ്ഞല്ലോ, നിങ്ങൾ ഇവരെ വെച്ചിട്ടാണോ നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും ഒരു അല്പമെങ്കിലും ചേച്ചിക്ക് ചോർന്നു പോയിട്ടുണ്ടോ? അല്ല, എനിക്ക് അത് റിലീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ബഡ്ജറ്റൊക്കെ പോയി, അപ്പോൾ നമുക്ക് ടെൻഷനാണ്. നമുക്ക് ആ ഫസ്റ്റ് ഡേ ആണല്ലോ ഇതിൻ്റെ ഒരു ഇരിക്കുന്നത്, ജാക്ക് പോട്ട് ഹിറ്റ്. അപ്പോൾ അത് എൻ്റെ ആ ടെൻഷൻ വരുന്ന സമയത്ത് ഹൗ ഡു യു ഓവർകം ദീസ് തിങ്സ്? മുട്ടിപ്പായി പ്രാർത്ഥിക്കും. നമ്മൾ പിന്നെ ഡിസ്കഷൻ ആണല്ലോ എല്ലാവരും കൂടെ. അപ്പം 2-3 പേര് വീട്ടിൽ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് റിലീഫ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പറയും അല്ല അതിങ്ങനെ ആയിരിക്കും, അടുത്ത പോലെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡിസ്കഷൻ ആണല്ലോ. അങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് മൊത്തം ഒരു ഫാമിലി ഇൻഫ്രാസ്ട്രക്ചർ. ഡെഫിനറ്റ്ലി. ഞാനിപ്പം എൻ്റെ മക്കളോട് സംസാരിക്കും, എൻ്റെ ബ്രദറുണ്ട്, പുള്ളി ഹസ്ബൻഡ്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചാണ് അതിനെ അങ്ങ് ഇതാക്കുന്നത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോഫിയ പോൾ എന്ന് പറയുന്ന ബ്രാൻഡ്
ഇപ്പോൾ ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു വുമൺ എംപവർമെൻ്റ് എന്ന രീതിയിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് ഒരു മെയിൽ ഡോമിനേറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ് ചേച്ചി സ്പാർ ചെയ്തത്. അതും ഞാൻ നോക്കുമ്പം പല വുഡുകളും ഏകദേശം ഹോളിവുഡ് വരെ റെഫറൻസ് എടുക്കുന്ന രീതിയിലാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബോളിവുഡിലൊക്കെ ഞാൻ ചേച്ചി നെറ്റ്ഫ്ലിക്സിലും എല്ലാം കണ്ട്. അപ്പോൾ ഇങ്ങനൊരു എക്സ്പോഷർ വരുന്ന സമയത്ത് കൊല്ലത്ത് നിന്നും നമ്മളെ നാട്ടിൽ നിന്നും യാത്ര ചെയ്ത ചേച്ചി എങ്ങനെയാണ് ഇതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഹൗ ഡു യു ഫീൽ ഇറ്റ്? ഐ ഫീൽ വെരി പ്രൗഡ്. ആക്ച്വലി ഞാൻ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. മൂവിയിൽ ഇറങ്ങിയപ്പം ഫസ്റ്റ് മൂവി നന്നായതുകൊണ്ട് നമ്മൾ പിന്നെ നിന്നു. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് നല്ല പ്രോജക്ട്സ് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് പോയിട്ടുണ്ടാവില്ല. പിന്നെ ഈ പറയണക്ക് നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് മിന്നൽ മുരളിയിൽ, ആ മൂവി അവരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ഒരു ഗ്ലോബൽ അറ്റൻഷൻ വന്നു ആ സിനിമയ്ക്ക്. ആ അറ്റൻഷൻ വരുമ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനും അറ്റൻഷൻ കിട്ടി. ഡെഫിനറ്റ്ലി ഒരുപാട് അവിടുത്തെ ഇവൻസിന് എന്നെ അവർ വിളിച്ചു. ആ വർഷത്തെ വിമൻസ് ഡേക്ക് നെറ്റ്ഫ്ലിക്സ് കുറച്ച് വിമനിൽ എന്നെയാണ് സാരി ഉടുത്തിട്ട് അതെ എന്നെ അവർ വിളിച്ചത്. ഐ വാസ് ഫീലിംഗ് വെരി പ്രൗഡ്. സോ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. സി വേറെ അങ്ങനെ നമ്മൾ ആലോചിക്കുമല്ലോ. ഈവൻ മൈ ബ്രദർ സി ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് യു. ഇപ്പം എൻ്റെ അപ്പച്ചനെ ഞാൻ മിസ് ചെയ്യും അപ്പം. കാരണം ഞാൻ ഒറ്റ മകളാണ്, എനിക്ക് 3 ബ്രദേഴ്സാണ്. ഐ വാസ് ഹിസ് പെറ്റ്. അപ്പം ഞാൻ ബാംഗ്ലൂർ ഡേയ്സിന് അവാർഡ് വാങ്ങിക്കുന്ന എൻ്റെ ഫാദർ കണ്ടു. അപ്പോഴും ഈ ഭയങ്കര പ്രൗഡാണ്. എന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പം ഭയങ്കര സന്തോഷമായിട്ടൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പം ഇങ്ങനത്തെ എല്ലാം ഓരോന്ന് സംഭവിക്കും. ഐ മിസ് ഹിം എ ലോട്ട്. എൻ്റെ മമ്മിയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോളിവുഡ് റിപ്പോർട്ടർ അവരുടെ മാഗസീൻ അനുപമ ചോപ്ര ഒരു 50 വിമനെ സെലക്ട് ചെയ്തു ഇന്ത്യയിൽ നിന്ന്. ഐ വാസ് വൺ ഓഫ് ദം. അപ്പം ബോളിവുഡിലെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ലേഡി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഹീറോയിൻസ് ഉണ്ട് സൗത്തിൽ നിന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു പ്രൊഡ്യൂസർ ഇവിടുന്ന് ഞാനേ ഉണ്ടായിരുന്നു. ഐ തിങ്ക് നസ്രിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. സോ അവിടെയും ഞാൻ ഉണ്ടായിരുന്നല്ലോ. സോ ഐ വാസ് വെരി പ്രൗഡ്. ലൈക്ക് അപ്പം നമ്മൾ ചെയ്ത വർക്കിന് ഇങ്ങനെ ഒരു കിട്ടുമ്പം അപ്പച്ചനോടാണ് ഇതിനകത്ത് പിന്നെ ഇപ്പോൾ അപ്പച്ചനാണ് എന്നെ അത്ര സ്ട്രോങ് ആക്കിയത്. ടു ബി എ സ്ട്രോങ് വിമൻ. ചെറുതിലേ തൊട്ടേ യൂസ് ടു ഈവൻ കല്യാണം കഴിച്ചതിന് ശേഷവും ലൈക്ക് ഐ വുഡ് ടേക്ക് ലോട്ട് ഓഫ് അഡ്വൈസ് ഫ്രം ഹിം. എന്തെങ്കിലും വിഷമം പക്ഷെ ബിസിനസ് തന്നെയായിരുന്നു ചെയ്തത്. പക്ഷെ ചെറുതിൽ പക്ഷേ ഈ വാസ് വർക്കിംഗ് ഇൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. കോൺട്രാക്ട് ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് അറിയാമല്ലോ നമ്മുടെ ബോട്ട് ബിസിനസ്സാണല്ലോ. പക്ഷേ ഈ വാസ് എ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി. അപ്പം അത് നമ്മളിങ്ങനെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യല്ലോ. അതെ അതെ. കുക്ക് ചെയ്യോ? നന്നായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ മമ്മി ഭയങ്കര നല്ലതായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം കുറേയൊക്കെ മമ്മിയുടെ നിന്ന് പക്ഷേ മമ്മിയുടെ അത്രയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പണ്ടത്തെ ആൾക്കാരുടെ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, ഓരോന്നും എടുക്കുന്നതിനൊരു കണക്ക്. അതെ, അതൊക്കെ ഡിഫറെൻ്റ് അല്ലേ. സമയം കിട്ടുമ്പോൾ ഇപ്പോഴും കുക്ക് ചെയ്യും. യെസ്, ഞാൻ കുക്ക് ചെയ്യും. ഞാൻ ഇവിടെ കൊച്ചിയിൽ വരുമ്പോഴും മോൻ ഇവിടെയാണല്ലോ, എൽഡർ സൺ ഇവിടെയാണല്ലോ, ഞാൻ അവർക്കും കുക്ക് ചെയ്തൊക്കെ കൊടുക്കും. എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. ഞാൻ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയത് കോവിഡ് ടൈമിലാണ്. കുറേ നമുക്കപ്പോൾ ടൈം ഉണ്ടായിരുന്നില്ല. ചേച്ചി അമ്മയിൽ മിസ് ചെയ്യുന്ന ഫുഡ്? മമ്മി ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്. കാരണം അതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴും ഡെയിലി കഴിക്കുന്നൊരു കാര്യമുണ്ട്, അന്ന് കുഞ്ഞിലേ ശീലിപ്പിച്ചോണ്ടായിരിക്കും ഓട്സ്. അത് എന്നും വേണം ചില ദിവസമൊക്കെ. പക്ഷേ അത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മമ്മി രാവിലെ ഓട്സും മുട്ടയും കഴിപ്പിച്ചിട്ട്, കാരണം മറ്റേ പലഹാരങ്ങൾ കഴിക്കാൻ മടിയാണല്ലോ. അപ്പോൾ അത് ഇപ്പോഴും ഞാനും പുള്ളി ഹസ്ബൻഡും മോളിലും ഭയങ്കര ഇഷ്ടമാണ് ഓട്സ്. ഞങ്ങൾ രണ്ടുപേരും തലേന്ന് കുതിർത്ത് വെച്ചിട്ട് അങ്ങനെയല്ല, ഇപ്പോൾ അല്ലാതെ ഉണ്ടല്ലോ, മറ്റേതും ഉണ്ട്, റോൾഡ് ഓട്സും ഉണ്ട്. കറക്റ്റ്. അപ്പം വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഞങ്ങൾ ഓട്സ് കഴിക്കും. അമ്മ പലഹാരങ്ങളൊക്കെ വയ്ക്കും. അപ്പം നമ്മൾ ക്രിസ്മസ് വരും, ന്യൂ ഇയർ വരും അല്ലേ. അമ്മ ചെയ്യുന്നതിൽ ഏറ്റവും എപ്പോഴും ആ നാക്കിൻ തുമ്പത്ത് നിൽക്കുന്ന ഒരു രുചിയാണല്ലോ. മമ്മിയുടെ 2-3 ഐറ്റംസ് ഉണ്ട്. മമ്മി ഉണ്ടാക്കുന്ന മട്ടൻ സ്റ്റൂ എനിക്കിഷ്ടമാണ്. അപ്പവും മട്ടൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മമ്മി ഫിഷ് കറി, നല്ല എരിവുള്ള നല്ല മുളകിട്ട ഫിഷ് കറി നന്നായിട്ടുണ്ടാക്കും. ചേച്ചിയുടെ സ്പെഷ്യൽ?
എനിക്ക് അതിന് എൻ്റെ മക്കൾ പറയണം ഞാൻ ഉണ്ടാക്കുന്ന ഏതാ, പക്ഷേ ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാനും ഉണ്ടാക്കും. എനിക്ക് ഇതൊക്കെ എല്ലാ മമ്മി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഞാനും ട്രൈ ചെയ്യും. സീ ഫുഡിനോടാണ് കൂടുതലും. നമ്മളൊക്കെ മീനിൻ്റെ ഫിഷിൻ്റെ ആൾക്കാരല്ലേ, അപ്പോൾ അത് കാരണം ഞങ്ങൾ കൊല്ലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫിഷ് കഴിക്കൽ ഇല്ല അധികം. കാരണം നമുക്ക് അവിടെ ഒരു ഫ്രഷ് ഫിഷ് കിട്ടിയിട്ട് പിന്നെ ഗുഡ് ഫീല് വേറെ എവിടെയും എനിക്കങ്ങനെ തോന്നും. നമ്മളവിടെ കിട്ടുന്ന ഫിഷ് ബെസ്റ്റ് എന്ന് തോന്നാറുണ്ട് എപ്പോഴും. ഈ ബേസിക്കലി ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ട്രാൻസിഷനാണ്. ഇതിന് മുമ്പും 10-15 കിലോ കുറച്ച് ട്രാൻസിഷനിലേക്ക് വരുന്ന ആളാണ്. ഈ ഡെഡിക്കേഷൻ അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഇറ്റ് ബിഗിൻസ് ഫ്രോം എ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഒരാൾക്കൊരു പ്ലേറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ലൈഫ് ഹാൻഡിൽ ചെയ്യാം. അതെ, നമ്മളുടെ തോട്ട് പ്രോസസ്സിലാണ് പറയുന്നത്. സോ ഹൗ ഡു യു ഡു ദിസ്? മൈൻഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഇത്രയും ടെൻഷനുണ്ട്, ക്രേവിങ്സ് ഉണ്ടാവും, ഹോർമോൺ തലകീഴ്ക്കാൻ പാടും അറിയുന്നെന്ന് പറയും, പീരിയഡ്സ് ടൈമിന് പിന്നെ വേറെ ഭ്രാന്ത് പിടിക്കുന്നെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് വിമൺ ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അത് നമ്മളൊരു മൈൻഡ് സെറ്റ്, നമ്മളത് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പാടാ. മീൻസ് ഞാനിത് കഴിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ മുന്നിലിരുന്ന് എനിക്ക് വേറെ ആളത് കഴിച്ചാലും ഞാൻ എടുക്കില്ല, എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെയാ മൈൻഡ് സെറ്റ്. അങ്ങനെ തന്നെയാ. ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ട് ഞാൻ ഇതേ കഴിക്കുള്ളൂ എന്നുള്ള. അപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ളവർ പറയുന്ന ഈ ക്രേവിങ്, ഈ ഹോർമോൺ ബാലൻസ് മാറുന്നത്, പിന്നെ ഈ ഡിപ്രഷൻ വരുമ്പോൾ ചോക്ലേറ്റ് തിന്നുന്നു, ഇങ്ങനെയുള്ള നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഫിംഗർ ടിപ്പിൽ ഹാൻഡിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഇപ്പം എങ്ങനെയാണ് ഈ ഡയറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ബിക്കോസ് പലയിടത്തും ഞാൻ പറയാറുണ്ട്, ഇഷ്ടമുള്ള ആഹാരം നോക്കി ലിമിറ്റഡ് ആയിട്ട് തൂക്കി കഴിച്ചാൽ മതി. കറക്റ്റ്, അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊന്നും കുക്ക് ചെയ്യാറില്ല. നോർമലി ഉള്ള വീട്ടിലുണ്ടാക്കുന്ന രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ ഒരു ഇഡ്ഡലി ആ ക്വാണ്ടിറ്റി കൂട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടാന്ന് വെക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മുട്ട കഴിക്കും, ഓട്സും 2 മുട്ട. അപ്പോൾ എനിക്ക് ഫിൽഡാണ്, നമ്മളെ മൈൻഡ് അങ്ങ് സെറ്റാണ്. പിന്നെ എന്തെങ്കിലും പപ്പായയോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. ഫ്രൂട്ട്സ് അങ്ങനെ പപ്പായയാണ് കൂടുതൽ. പപ്പായ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അത് വീട്ടിലുണ്ട്. അപ്പം പപ്പായം കഴിക്കണം ചേച്ചി. ഒരു ദിവസം എല്ലാ ദിവസവും ഓരോ പോമോഗ്രാനറ്റ് കഴിക്കണം. അത് ഞാൻ കഴിക്കാറുണ്ട് എല്ലാ ദിവസവും. ഞാൻ ഈ പോളട്ടനെ പരിചയപ്പെട്ട അന്നോട്ട് ഇന്ന് വരെ ഇസ്തിരി ഇട്ടാണ് കഴിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. ഇത് ചേച്ചിയുടെ ഡയറ്റ് പ്ലാനോ? ഒന്നെങ്കിൽ കൂടണമില്ലേ, കുറയണമില്ലേ, പൊക്കമ്മേ, ഒന്നുമില്ല. ഫോട്ടോ കോപ്പി എടുത്താണ് ഓരോ വർഷം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതെങ്ങനെയാണ് ചേച്ചി? പുള്ളി അങ്ങനെ സ്ട്രിക്റ്റ് ആണോ? അല്ല, ആവശ്യത്തിന് ലിമിറ്റഡ്. ഈ പറയണക്ക് എല്ലാം കഴിക്കും, പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള. വെൽ മെയിൻറ്റെയിൻ. പുള്ളി അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഓവർ അങ്ങനെ വണ്ണം വെക്കുന്ന ഒരു ശരീരപ്രകൃതമല്ല. അല്ല, അത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അതൊരു രഹസ്യമാണ്. അതെ, ചേച്ചി വെക്കുന്നതിൽ പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ്, പുള്ളി എപ്പോഴും ചേച്ചിയെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധ ബുദ്ധിയോടുകൂടി. അല്ല, പുള്ളിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ഈ പറഞ്ഞ മുളക് ഇട്ട് നല്ല ഫിഷ് മീൻകറി ഇഷ്ടമാണ്. അഭിപ്രായങ്ങളൊക്കെ പറയും. അതിനകത്ത് കുറവാണ്. അപ്പം നമ്മൾ അടി കൂടുമല്ലോ, ഇങ്ങനെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയല്ലോ. കുറ്റം പറയുമ്പം ആർക്കും ഇഷ്ടമല്ലല്ലോ. പിന്നെ ബീഫ്, ഈ നമ്മുടെ പെപ്പർ ഫ്രൈ ഉണ്ട്, പൊരിയലെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, ഞങ്ങളുടെ അവിടെ പറയുന്നത് ബീഫ് പൊരിയലെന്ന് പറയും. പിന്നെ നമ്മുടെ വീന്താലു, ബീഫ് വീന്താലു ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ വെക്കുന്ന, മമ്മി വെക്കുന്നതൊക്കെ ഭയങ്കര. ഏറ്റവും പുള്ളി കുക്ക് ചെയ്യും, നല്ല ചായ ഇടും. രാവിലത്തെ ചായ രാവിലത്തെ ചായ തന്നെ ഇടണം. അതെന്ന് വെച്ചാൽ പുള്ളിക്കും ആ ചായ കഴിക്കണം, എനിക്കും അതാ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ലേസിയായി. ഇപ്പം ഞാൻ വരിക ചായ ഇടുമല്ലോ, അത് ബാക്കിയൊക്കെ പിന്നെ കുഴപ്പമില്ല. ഈ കൊല്ലക്കാർക്ക് ഈ ചായ പതഞ്ഞിരിക്കണം. അതെ, അങ്ങനെയാ. ഈ വാട്ടവെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ തന്നെയാ. പിന്നെ ഞങ്ങൾ കപ്പിൽ 2-3 വട്ടം അത് ചായ കപ്പിൽ ഒഴിക്കുമ്പോ കറക്റ്റ് അതിങ്ങനെ സിപ്പ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ഫീല്. പതഞ്ഞില്ലെങ്കിൽ വെറുപ്പായി. ഒരു പ്ലെയിൻ ആയിട്ടിരുന്ന് നമുക്ക് ഇഷ്ടാവത്തില്ല. അതെ, മട്ടന്റെ ആസ്ഥാനം നമ്മളെ കൊല്ലം തന്നെയാണല്ലോ. ഈ പഴയ നമ്മളെ എഴുത്താണി, ഇല്ലെങ്കിൽ നമ്മളെ ഭയൽവാൻ, നമ്മളെ പണ്ട് കുട്ടിക്കാലത്ത് ഭയൽവാനിലൊക്കെ പോയി കഴിച്ചിട്ടോ. മട്ടൻ ലവറാണോ ചേച്ചി? മട്ടൻ ഇഷ്ടം, മട്ടൻ ബിരിയാണി ഇഷ്ടം. മട്ടൻ പിന്നെ പറയില്ല, വറുത്തരച്ച് കറി വെക്കുമ്പോൾ ചേച്ചി വെക്കും മട്ടൻ ബിരിയാണി? ബിരിയാണിക്ക് ഡിമാൻഡ് ഉണ്ടോ ഫാമിലി? പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? ഞാൻ എപ്പോൾ വിളിച്ചാലും ട്രാവലാണ്. ഇതിൻ്റെ ഇടയിൽ ഇൻസ്റ്റാഗ്രാമിൽ അമ്മൂനെ വളർത്തുന്നതാണ് മൊത്തം.
പിന്നെ 2 പട്ടിക്കുട്ടികളുമുണ്ട്. അതിൽ ബ്രൗൺ പപ്പിയാണ് ഞാനിപ്പോൾ ബട്ടൺ ഞങ്ങളുടെ അവൻ ഭയങ്കര ഈ സ്റ്റേറ്റസുകളും കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പോളേട്ടനുമായിട്ട് പരിശീലിക്കുന്നതും കാണും. ഇത് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? പലരും പറയുന്ന സമയമില്ലെന്നാ. അല്ല, എനിക്കിങ്ങനെ ബിസിയായിട്ടിരിക്കാനാണ് ഇഷ്ടം. വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ അപൂർവം കൊല്ലത്ത് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പിന്നെ കൊച്ചി അല്ലെങ്കിൽ ദുബായ് അങ്ങനെയാണല്ലോ. ഇതിന് കലണ്ടർ ഉണ്ടോ? ഇല്ല, ഒന്ന് പ്ലാൻ ചെയ്ത് പോകാന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം പ്ലാനിങ് ആണ്. നാളെ അല്ലെങ്കിൽ ഞാൻ പോകും അങ്ങനെയല്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ ഓക്കെ 2 ദിവസം കഴിഞ്ഞ് പോവാം എന്നും പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവാം പ്ലാൻ ചെയ്ത്. പിന്നെ കൊച്ചിയിൽ അറിയാം എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും ഞാൻ. ചേച്ചി ഇത് എങ്ങനെയാ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ? ചേച്ചി തന്നെയല്ലേ ഫോട്ടോ? ഞാൻ തന്നെ ഇടുന്നേ. ഞാൻ വിചാരിച്ചു അതിന് ഇല്ല, ഞാൻ തന്നെ ഇടുന്നത്. ചേച്ചിയാണ് ഫോട്ടോഗ്രാഫർ, ആസ്ഥാന എൻ്റെ സെൽഫി കാണുമ്പോൾ അറിയില്ല, കുറേ സെൽഫി ഉണ്ടാവും. പിന്നെ കുറേയൊക്കെ ഇപ്പം ലൊക്കേഷനിൽ പോകുമ്പോൾ അവർ കുറേ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവർ ഫോട്ടോസ് എടുക്കും. പിന്നെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പിക്ചർ എടുക്കും. പിന്നെ ഷെയറിങ്, അത് പോസ്റ്റ് ചെയ്യാനാണ്. ചേച്ചി എന്നെ ഇരുന്ന് പോസ്റ്റ് ചെയ്യും. എൻ്റെ ഞാൻ തന്നെ പ്രത്യേകിച്ച് ആരുമല്ല. ഇതൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി. കാരണം സോഷ്യൽ മീഡിയയിൽ പോലും ചേച്ചി ലൈം ലൈറ്റിലാണ്. അത് മാത്രമല്ല, ഞാനിപ്പം ശ്രദ്ധിച്ച വേറെ കാര്യം, അപ്പോൾ ചേച്ചി ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും പറഞ്ഞ ഒരു പെൺകിരീടം വെച്ചാണ് വരുന്നത്. അപ്പോൾ ഒരു മെയിൽ ഡോമിനേറ്റിംഗ് ആണ്, നമുക്കറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇനിഷ്യലി വരുമ്പം ഈ എപ്പോഴും ഉള്ളതാണ് ഒരു ടെറിട്ടോറിയലാണല്ലോ, നമ്മളെല്ലാവരും ടെറിട്ടോറിയലാണ്. അങ്ങനെ ഈ ടെറിട്ടറിയിലേക്ക് എൻട്രി ചെയ്യുന്നു, ബ്ലോക്ക് ബസ്റ്ററായിട്ട് വരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇവരുടെ ഫ്ലേവേഴ്സൊക്കെ എങ്ങനെയായിരുന്നു? എത്ര പടം എടുക്കാനാണ്, ഇനി എന്ത് കാണാനാണ് എന്നൊക്കെ ഉള്ളൊരു തോട്ട് പ്രോസസ്സിലൂടെ ചേച്ചി ട്രാവൽ ചെയ്യും. മിന്നുന്നതെല്ലാം പൊന്നല്ല, ചേച്ചിക്കും അറിയാം. പലരും ചിരിക്കും, പക്ഷെ അത് ചിരിയല്ല. പലരും കരയും, അത് കരച്ചിലല്ല. അപ്പോൾ ഈ ഡിപ്ലോമസി ഞാൻ പരിചയപ്പെട്ട് എനിക്കറിയാവുന്ന ചേച്ചിയുടെ ഈ ഡിപ്ലോമസി ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ചേച്ചി വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മൾ സ്വന്തം ബിസിനസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഈക്വലി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യായിരുന്നല്ലോ ഞങ്ങൾ. പിന്നെ ഫുൾ ടൈം ഞാനും പോളേട്ടനും കൂടെ ഓഫീസിൽ രാവിലെ പോവും, വൈകിട്ട് തിരിച്ച് വരുന്നു. നമ്മുടെ സ്വന്തം ബിസിനസ്സല്ലേ. അപ്പോൾ പുള്ളി എനിക്ക് എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന്. മീൻസ് ഞങ്ങൾ രണ്ടും കൂടെ തന്നെ അപ്പം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ പഠിച്ചു. അങ്ങനെ നമ്മൾ ബിസിനസ് അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് വെച്ചാൽ ഞാനൊരു ജർമ്മൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് ആയിരുന്നു. അപ്പം അങ്ങനെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടല്ലോ. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടോ? ഇല്ല, കുറേ ഡിഫറെൻ്റ് അല്ലേ നമ്മൾ. ഹൗ ഡിഡ് യു ഹാൻഡിൽ കാരണം ചേച്ചി ഇന്ന് തോളത്ത് കേട്ട ആൾ നാളെ ബാക്കിൽ സംസാരിക്കും. ഇറ്റ്സ് ഓൾ ഹാപ്പനിങ്. നമുക്കിപ്പം നമുക്ക് ആരെയും എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരെന്ത് പറയുന്നു അങ്ങനെയൊന്നും നമുക്ക് നോക്കിയിരുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ വന്നു, ഇത് സിനിമ ചെയ്യണം, അപ്പം നല്ല സിനിമകൾ ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് നന്നായിട്ട് പോവുക എന്നേ ഉള്ളൂ. പിന്നെ ഏത് ബിസിനസ്സിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഇത് ചെറിയ ബിസിനസ് ആയല്ലോ. പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ ഇടയിൽ ഷൂട്ട് നടക്കുമ്പോൾ ഇടയ്ക്ക് കുറേ കോംപ്ലിക്കേഷൻസ് വരും. അതിനൊക്കെ ആദ്യമൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്കിത് എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നത്. അതെങ്ങനെയായിരുന്നു ചേച്ചി? കാരണം നമ്മൾ NRIക്കാർ കേരളത്തിൽ വരുമ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ വരുന്നതാണ് കാണുന്നതാണ് പറയുന്നത്. നമ്മളെ സ്നേഹിച്ച് കുറേ ആത്മാർത്ഥ പ്രകടനങ്ങളൊക്കെ കാണിച്ചുള്ള പരിപാടികളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ടീമിനെയൊക്കെയാണ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഐ വാസ് സോ ലക്കി ഫോർ ദാറ്റ്. കാരണം ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ ലാലേട്ടൻ്റെ മൂവിയാണ് ചെയ്തത്. ജിബു ജേക്കബായിരുന്നു ഡയറക്ടർ. നല്ല ടീമായിരുന്നു. ഇപ്പോൾ ഈ ബാംഗ്ലൂർ ഡേയ്സ് ചെയ്തു, അത് ഹിറ്റായി. നെക്സ്റ്റ് പോകുന്നത് ലാലേട്ടൻ്റെ അടുത്താണ്. ലാലേട്ടൻ നോക്കുമ്പോൾ ഒരു സിനിമയെ പക്ഷേ എന്നെ അവർക്ക് ബാംഗ്ലൂർ ഡേയ്സ് അത്ര ഹിറ്റായതുകൊണ്ട് നമ്മുടെ പേര് അവർക്ക് മീൻസ് എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല. ആരാ പ്രൊഡക്ഷൻ അൻവർ റഷീദും നമ്മളും ആയിരുന്നല്ലോ. അപ്പം നല്ല വോം വെൽക്കം ആയിരുന്നു. നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, നമ്മൾ അത് കമ്മിറ്റ് ചെയ്തു. പക്ഷെ ആ സിനിമ നന്നായിട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല ടീമാണ് എനിക്ക് കിട്ടിയത് അതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഡോക്ടർ ബിജുവിൻ്റെ ഒരു ആർട്ട് ഹൗസ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഒരു 14 ഫെസ്റ്റിവൽസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വേറൊരു ജേണി ആയിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പടയോട്ടം ബിജു മേനോനെ വെച്ച് ചെയ്തു. പക്ഷെ അപ്പം എനിക്ക് അങ്ങനത്തെ
കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വരും. അത് സെറ്റിൽ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻസിൽ ലിമിറ്റഡ് ടൈമിലൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത കണക്കൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ വലിയ സിനിമ മിന്നൽ മുരളിയിലോട്ട് പോകുന്നത്. അതെ, ഇതിനകത്ത് ഈ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. ഹൂ ഇസ് ദ പ്ലാനർ ഇൻ യുവർ ടീം? ഈ പ്ലാനിങ് ഉണ്ടല്ലോ, കാരണം ഷെഡ്യൂൾ നടക്കണം, രാവിലെ ചെക്ക് ചെയ്യുന്നു കാര്യങ്ങൾ, കാരണം പൈസയില്ലേ, പൈസ കൊടുക്കുന്ന ആൾ വേണം ഇത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ചേച്ചിക്ക് അറിയാം 4 ദിവസം ഷെഡ്യൂൾ മാറിയ ലക്ഷങ്ങളാണ്. അതെ. പിന്നെ നമ്മുടെ കൂടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ഉണ്ട്, പക്ഷെ നമ്മുടെയും സ്റ്റാഫുകളുണ്ട്. പിന്നെ നമ്മളിതെല്ലാം അവരെല്ലാം ചാർട്ട് ചെയ്ത് പ്രോപ്പർലി നടക്കണമല്ലോ. നടന്നില്ലെങ്കിൽ ഇത് നമ്മളതിനുള്ള കൂടെയുണ്ട്. ഞാൻ ഫുൾ ഈ മൂവീസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ കൂടെ നിൽക്കും. അതെ, ചേച്ചിയാണ് കൂടെ നിൽക്കുന്നത്. ഞാൻ ഫുൾ ഉണ്ടായിരുന്നു. മീൻസ് അപ്പോൾ കാരണം രണ്ടുപേരും മക്കൾ രണ്ടുപേരും ഇപ്പോൾ ദുബായിലായിരുന്നു. ഒരാൾ അവരും ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നു, ഒരാൾ പഠിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഫുൾ ഞാൻ തന്നെയാണ് നിന്നത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് നമുക്കിത് പഠിക്കണം. ഫസ്റ്റ് ആകുമ്പോൾ നമ്മളിത് അറിയില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കുറേ പഠിക്കാനുണ്ട്. 2 സിനിമ 3 സിനിമ ഓരോ സിനിമയിലും പഠിക്കുക, ഇപ്പോഴും പഠിക്കുക. സാധാരണ ഇപ്പം സിനിമയൊക്കെ എടുത്തു വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കാണുന്നത് 1-2 പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ പൈസ മുടക്കുന്നത് മക്കളെ സിനിമയെ കൊണ്ടുവരാൻ. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും തല കാണിക്കണം. സോ ഈ സിനിമാ താരങ്ങളെ പോലത്തെ ഒരു ഫാമിലിയാണ് ചേച്ചിക്കുള്ളത്. താരപരിവേഷമുള്ള മക്കളാണ്. ഒരു സൂപ്പർ ഹീറോസ് പോലെ ഞാൻ അവരുടെ സൂപ്പർ ഹീറോ കളക്ഷൻസും ഒക്കെ കണ്ടിട്ടുണ്ട്. കെവിൻ്റെ ബാറ്റ്മാൻ, ഈ പറഞ്ഞ ക്യാപ്റ്റൻ അമേരിക്ക, അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കാലം തൊട്ടേ ഈ സൂപ്പർ ഹീറോ ഈ സൂപ്പർ ഹീറോ കളക്ഷൻസ് ആണോ ഈ മിന്നൽ മുരളിയിലേക്ക് എത്തിയത്? അവരുടെ സൂപ്പർ ഹീറോസിനോടുള്ള ആ ക്രേസാണ് മിന്നൽ മുരളി ചെയ്യാനുള്ള റീസൺ. അവരാണ് പറഞ്ഞത്. കാരണം മലയാളത്തിൽ സൂപ്പർ ഹീറോ വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ലൈനല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ കഥയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് മിന്നലടിക്കുന്നു, ശക്തി കിട്ടുന്നു, ഇതാണ് അവർ പറയുന്നത്. ആകെ കൂടി പറഞ്ഞൊരു ലൈൻ അതാണ്, അല്ലാതെ കഥയൊന്നുമില്ല. അപ്പോൾ ഇവരിനെ എഴുതിയൊക്കെ കൊണ്ടുവരാതെ നമ്മളെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നപ്പോൾ പറഞ്ഞില്ലല്ലോ നമുക്കിത് ചെയ്യണമെന്നും. 2 പേരും ഒരേപോലെ, 2 പേരും സൂപ്പർ ഹീറോ ഫാൻസാണ്. അപ്പം ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു മലയാളത്തിൽ വന്നിട്ടില്ല, നമുക്കിത് ചെയ്യണം. ഈ മാന്നൊക്കെ എഴുതാനുള്ള ഐഡിയാസ് കെവിൻ്റെ വല്ലതും ആണോ? അല്ല, നമ്മൾ ഇങ്ങനെ ഐഡിയാസ് കൊടുത്തിട്ടൊരു ഒരാളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായത് ഒന്ന് ഉറപ്പിച്ചു. അത് തന്നെ. അപ്പോൾ ഈ കെവിനും ഈ പറയുന്ന ഇതിനകത്ത് ആക്ട് ചെയ്യണം, അവർക്ക് ആക്ടിങ് ഭ്രാന്തുണ്ടോ? അങ്ങനെയില്ല. ആക്ച്വലി ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പം പക്ഷെ അവർക്ക് താല്പര്യമില്ല. സാധാരണ ഞാൻ കാണുന്ന ഫാമിലീസ് ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്ഷൻ ഹൗസ് ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും വെറുതെ എങ്കിലും അതിൽ കൂടെ നടക്കുന്ന ഒരു ഷോട്ടൊക്കെ കാണും. നിങ്ങൾ ആരെയും ഞാൻ സിനിമ പോളേട്ടനെ മാത്രം അത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ നഹാസ് പറഞ്ഞു ഞാൻ പോൾ സാറിൻ്റെ അച്ഛനായിട്ട് കണ്ടുപോയി ആ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് വന്ന് സോപ്പിട്ട് ചെയ്യിപ്പിച്ചു. ഞാനൊരു പോളേട്ടനെ വിളിച്ച് പറഞ്ഞു തകർക്കുകയാണല്ലോ. നിങ്ങളെ സാധാരണ മക്കളെ കൊണ്ടാണ് ജീവിക്കാൻ പറ്റാതെ, മക്കൾ കിടന്ന് അഭിനയിക്കണം. അവർക്ക് താല്പര്യമില്ല. ആക്ച്വലി ഞാൻ ചോദിച്ചിട്ട്, നമ്മൾ എപ്പോഴും ചോദിക്കണം, ഒരു വട്ടം ഇങ്ങനെ ചോദിച്ചത് വല്ല ആഗ്രഹം ഉണ്ടോന്ന്. അപ്പോൾ 2 പേർക്കും നോ വി വാണ്ട് ടു ബിക്കം, അവർക്ക് പ്രൊഡ്യൂസേഴ്സ് ആയാൽ മതി. പക്ഷെ അവരുടെ സ്റ്റൈലും അവർക്കെല്ലാം ഈ പറഞ്ഞ സ്ക്രീൻ സ്പേസിന് പറ്റിയ ഫിഗറിലൊക്കെ. അപ്പം ഞാൻ നോക്കാൻ പോളേട്ടൻ പള്ളിയിലച്ഛനായിട്ടൊക്കെ നിൽക്കുന്നത് ഞാൻ വിളിച്ച് കൊള്ളാമല്ലേ. പോളേട്ടൻ വിളിച്ച് പറഞ്ഞു എന്നെ പിടിച്ചരച്ചു കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞു ഇവിടെ പല പ്രൊഡ്യൂസറും അവരെ കൊണ്ടൊരു സീൻ വെച്ചിട്ട് വേണം എഴുതാനെന്നാണ് പറയുന്നത്. ഇത് അപ്പം പോളേട്ടനെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഡയറക്ടറിൻ്റെ നിർബന്ധമായിരുന്നു. ഞാൻ പുള്ളിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പക്ഷെ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മെനക്കെട്ട് നിൽക്കണ്ടേ കുറേ സമയം. പക്ഷെ രാത്രി ഷൂട്ടൊക്കെ ആയിരുന്നു. ചേച്ചി അടുത്തൊന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ പോവാന്ന്. ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ച് വിട്ടു. ഇപ്പൊ ഏതൊക്കെ പ്രോജക്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? കോസ്മിക് സാംസൺ. അതും സൂപ്പർ ഹീറോ ആണോ? അത് ഫാന്റസി എന്ന് പറയാം. തുടങ്ങി ഓൾമോസ്റ്റ് 18 days ആയി. ഇപ്പം കുറച്ചുണ്ട്, മാർച്ചൊക്കെ വരെ പോവും ഷൂട്ട്. അതും ഈ പറഞ്ഞ മക്കളാണോ സ്റ്റോറിയൊക്കെ കേട്ടിരിക്കുന്നത്? ഞങ്ങളെല്ലാവരും കേട്ട് അത് കേട്ടപ്പം ഒരേപോലെ എല്ലാവർക്കും ഇഷ്ടമായി. അതൊക്കെ ഫസ്റ്റിൽ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും, ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഈ അമ്മൂസുമായിട്ടുള്ള ബന്ധം, അമ്മൂസിനെ കൊണ്ട് ഇങ്ങനെ അവളെൻ്റെ ഭയങ്കര എന്താ പറയണ്ടേ, എന്നുവെച്ചാൽ എനിക്ക് 2 ബോയ്സ് അല്ലേ, അവളാണല്ലോ ഫസ്റ്റ് ഗേളായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല. അപ്പം ഞാനും മമ്മിയോട് പറഞ്ഞു എനിക്കൊരു സിസ്റ്റർ ഇല്ല, 3 ബ്രദേഴ്സ്. എനിക്ക് വന്നത് 2 എനിക്ക് കിട്ടിയത് 2 ആമക്കൾ.
അപ്പം പിന്നെ എൻ്റെ ഡോട്ടർ ഇൻ ലോസ്, അതിൻ്റെ ഡോട്ടർ ലോസ് പറയില്ല, എൻ്റെ ഡോട്ടേഴ്സാണ് രണ്ടുപേരും. ഞാൻ അങ്ങനെയാണ് അവരുമായിട്ടുള്ള ഒരാൾ അഭിനയിച്ചല്ലോ, ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. തകർത്ത്. അവരുമായിട്ടുള്ള റിലേഷൻ പോലും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ റീസെൻ്റ്ലി ഞാനും മോളും എൽഡർ സൺൻ്റെ വൈഫ്, ഞങ്ങളുടെ മോളും കൂടെ പാളറിൽ പോകും. അപ്പം അവർ ഇതുവരെ അവർക്ക് അറിയത്തില്ലായിരുന്നു, അവരറിയില്ലായിരുന്നു. അവരിങ്ങനെ എന്തോ ചോദിച്ചു, ഓ ഭയങ്കര, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടണ്ട. മോളെ അഭിനയിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചിട്ടാണോ? അല്ല, മോൾ ഓൾറെഡി ആദ്യം മൂവിയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഡയറക്ടർ പറഞ്ഞു ചെയ്താണോ? മീൻസ് പുള്ളിക്കാരുടെ ഇൻട്രസ്റ്റ്, ഷീ ലവ്സ് ടു ആക്ട് ആക്ച്വലി. സെക്കൻഡ് വൺ സെൻ്റെ വൈഫ് ആർഡിഎക്സിനകത്ത് ആ മോള് നേരത്തെ കല്യാണത്തിന് മുന്നേ സിനിമയിലുണ്ടായിരുന്നു. മോള് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ നിവിൻ പോളിയുടെ സിസ്റ്ററായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് രജിസ്റ്റർ ആയത്. അതെ, ആർഡിഎക്സിലുണ്ട് മോള്. പിന്നെ ഈ മുന്തിരിവള്ളി തളർക്കുമ്പോൾ ആ മൂവിയിൽ മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ചു. അങ്ങനെയാണല്ലോ എൻ്റെ മോൻ ഇഷ്ടമായത്. സെറ്റിൽ വന്ന് കണ്ടത്. അപ്പോൾ ഈ ലവ് മാരേജ് ആയിരുന്നു? അവർ ലവ് മാരേജ് ആയിരുന്നു. അതെ, വീട്ടിൽ വന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ? പിള്ളേരുടെ ഇഷ്ടമാണല്ലോ, അവർ ഹാപ്പി ആകുക എന്നുള്ളതാണല്ലോ. ഒരു ഓവറോൾ ജേണിയിൽ ഇപ്പം ഒരു സെഷൻ എന്ന രീതിയിൽ എന്തായിരിക്കും ചേച്ചിക്ക് നമ്മളുടെ നാടിനോടും നമ്മളെ സുഹൃത്തുക്കളോടും ഇന്ന് വരുന്ന വിമൺ എംപവർമെൻറ്റ് നോക്കുന്ന പെൺകുട്ടികളോടൊക്കെ പറയാനുള്ള ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പം എന്തൊക്കെയാണ് ബേസിക്കലി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്? ബേസിക്കലി നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമല്ലോ, സപ്പോർട്ട് വേണമല്ലോ. നമ്മുടെ ഫാമിലിയുടെയും ഒക്കെ സപ്പോർട്ട് വേണം. ഒറ്റയ്ക്ക് വന്ന് ചെയ്യാനായിട്ട് എനിക്കറിയില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എപ്പോഴും സപ്പോർട്ട് ആവശ്യം തന്നെയാണ് എന്നാൽ എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഫിനാൻസ് തന്നെയാണ് അത് ഈ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട്. ഏത് ഇൻഡസ്ട്രിയിലായാലും നമുക്ക് ഫണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാവണം. പിന്നെ ഡെഫിനറ്റ്ലി. പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് വരണോ അതോ പഠിക്കാതെ? ചേച്ചി, ഞാൻ ശരിക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്നല്ലാതെ നമുക്ക് ഫുൾ അറിയില്ല. പിന്നെ നമ്മളൊരു പ്രോജക്റ്റിലോട്ട് ഇന്നാകുമ്പോഴാണല്ലോ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സൊക്കെ നമ്മൾ ബൈ ഹാർട്ടാണിപ്പം. ആദ്യം അല്ലായിരുന്നു. ഞാനത് ശരിക്കും ബൈ ഹാർട്ട് മീൻസ് മനസ്സിലാക്കിയത് മുന്തിരിവള്ളിയിലായിരുന്നു. പിന്നെ പടയോട്ടമൊക്കെ വന്നപ്പോൾ ഏകദേശം മനസ്സിലായി. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ തന്നെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്ത് ശ്രദ്ധിച്ചാൽ, കാരണം ഇതെല്ലാം പൈസയാണല്ലോ. എല്ലാവരും നമ്മൾ ഓരോ പോകുന്നത് മൊത്തം അങ്ങനെയാണ്. ഇതിനെല്ലാം ഡെയിലി അങ്ങനെ അതെ. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നിന്ന് പലതുള്ളി പെരുവെള്ളമായിട്ട് മാറും. അതെ. കോളേജിൽ പഠിക്കുന്നു, ഫാത്തിമ കോളേജിൽ പഠിക്കുന്നു. പോളേട്ടിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? അത് പിന്നെ പോളേട്ടിൻ്റെ മമ്മി പള്ളിയിൽ വെച്ചിട്ട് എന്നെ എന്തോ കണ്ടിട്ടുണ്ട്. ശക്തികുളങ്ങര പള്ളിയിൽ വെച്ചിട്ട് കണ്ടപ്പം മമ്മി അങ്ങനെ ആരോ പറഞ്ഞു വിട്ടു പ്രപ്പോസൽ. അങ്ങനെയാണ് പ്രപ്പോസൽ. ഇങ്ങനെയാണ് പോളേട്ടൻ പെണ്ണ് കാണാൻ വരുന്നു. പെണ്ണ് കാണുന്നതിന് മുന്നേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ അയച്ച് കണ്ട് ഫാമിലിയൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ ഫിക്സ് ചെയ്തതിനു ശേഷം കാണുന്ന ശരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കും, ആൾക്കാർ തമ്മിൽ അറിയാം. പിന്നെ ഫാമിലിക്കൊക്കെ തമ്മിൽ അറിയാം. പരിചയമുണ്ട്. അതെ, അറിയാം. മീൻസ് ഇന്ന ഫാമിലിയാണ്, ഇന്ന ആൾക്കാരാണെന്നൊക്കെ അറിയാം. കാരണം പോളേട്ടിൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ മോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും അറിയാം നമുക്ക് അവിടെ എല്ലാവരും. പിന്നെ അങ്ങനെ ഒരു ആലോചന വന്നു. അപ്പോൾ ആലോചന വന്നപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ? അന്നത്തെ ഒരു കാലഘട്ടം ഡിഫറെൻ്റ് അല്ലേ. പിന്നെ വീട്ടുകാർ പറയും നമ്മൾ ഇഷ്ടം, അങ്ങനെയാണല്ലോ അതൊരു സിസ്റ്റം. ഇപ്പം നമ്മൾ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ പെണ്ണ് കാണാനൊന്നും വന്നില്ലേ? വന്ന് കാണാൻ വന്നു. അന്ന് ചായ കേട്ട് കൊടുത്ത് അങ്ങനെയൊന്നും ഇല്ല. ചായ ആരോ അവിടെ കൊണ്ട് ഞങ്ങൾ പിന്നെ പോളൻ്റെ ബ്രദറും വൈഫും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോട് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ പക്ഷേ നേരിട്ട് അപ്പോഴാണ് കാണുന്നത് തമ്മിൽ രണ്ടുപേരും. അങ്ങനെ കല്യാണമൊക്കെ നടന്നു അല്ലേ? പ്രത്യേകിച്ച് ഒരു ലവ് സ്റ്റോറി അതിന് ശേഷമാണ് ഉണ്ടാവുന്നത്. അതെ 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 അതെ. ഇനി പോളേട്ടൻ ചോദിക്കണം ഇതിൻ്റെ അതർ സൈഡ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് രാജ്കുമാരിയുടെ ഗ്രാൻഡ് മദറാണ് ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളിൽ ഫംഗ്ഷന് ഡാൻസിന് പെർഫോം ചെയ്യാൻ. കല്യാണമൊക്കെ കഴിഞ്ഞ് ലേറ്റർ ഓൺ ഞാൻ അറിയുന്നത് ഈ രാജ്കുമാരിയുടെ ഗ്രാൻഡ് മദർ പോളേട്ടിൻ്റെ ഗോഡ് മദർ ആയിരുന്നു. ഗോഡ് പാരൻസ് ഉണ്ടല്ലോ. അപ്പം അവർ അതിൻ്റെ അടുത്തും കണ്ട് പണ്ട് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ പപ്പയും മമ്മിയായിട്ടൊക്കെ ക്ലോസ് ആയിരുന്നു. ഇതൊന്നും അറിയാണ്ടാണ് രാജ്കുമാരി അടുത്തെത്തുന്നത്. രാജ്കുമാരി എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് രാജ്കുമാരി. പുള്ളിക്കാരി ഇപ്പം സിംഗപ്പൂരാണോ ട്രാൻഡ്രോണാന്ന് എനിക്ക് ട്രാൻഡ്രോന്ന് തോന്നുന്ന ആൾ. അപ്പോൾ അങ്ങനെ
പുള്ളിക്കാരൻ മദറും ഒക്കെ ഡാൻസ് ചെയ്യും. ഗ്രാൻഡ് മദറും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിലെ രാജ്കുമാരി ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഗോഡ് മദറാണ് അങ്ങനെ പറഞ്ഞു. പേരക്കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? അവള് പോകുന്നുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പെർഫോമൻസ് കാണാൻ പോയായിരുന്നു. മനസ്സിലായി. അങ്ങനെ ജോലിക്ക് പോവാണ്, അവിടെ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. ശരിയല്ലേ? അതെ അതെ, ഒരു കുറേ വർഷത്തിന് ശേഷം. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ എൽഡസ്റ്റ് സണ്ണ് 1 വയസ്സാകാറുള്ളപ്പോഴാണ് ചേട്ടൻ്റെയൊക്കെ ഫസ്റ്റ് പോളേട്ടൻ്റെ ചേട്ടൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന് പറഞ്ഞ് അതും ഹിറ്റായിരുന്നല്ലോ. നല്ല കുഴപ്പമില്ല പോയ സിനിമയായിരുന്നു. ജയറാം, ശ്രീനിവാസൻ, ഡയറക്ടർ വിജി തമ്പി, എനിക്ക് തോന്നുന്നു റൈറ്റർ രഞ്ജിത്താണ് നമ്മുടെ മറ്റേ ഡയറക്ടർ രഞ്ജിത്ത്, പുള്ളിയുടെ ഫസ്റ്റ് സിനിമ കഥയാന്ന് തോന്നുന്നു. ഭയങ്കര ഡിഫറെന്റ് ഫ്ലേവറിലാണ് പിന്നെ സിനിമ ചെയ്തത്. കറക്റ്റ്. ചേച്ചിയുടെ ഇനിയുള്ള ഡ്രീംസ്, പ്രോജക്ട്സ്, കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും? കുറച്ച് നല്ല പ്രോജക്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് ലൈൻഡ് അപ്പായിട്ട് ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മളിനിയിപ്പം നോക്കി ഇപ്പം അറിയാലോ OTT ആൻഡ് സാറ്റലൈറ്റ് ബിസിനസ്സൊക്കെ ഭയങ്കര പണ്ടത്തെ കണക്കല്ല, കുറഞ്ഞു. അപ്പോൾ നല്ല പ്രോജക്ട്സ് ഇപ്പം തിയേറ്റർ വാച്ചാണ് എല്ലാം. നമുക്കറിയാം ആൾക്കാർ കൂടുതലും ഇപ്പം ഏത് മൂവിയും തിയേറ്ററിൽ നിന്നാണ് ഹിറ്റാകുമ്പം. അതാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ കോവിഡിന് ശേഷമാണല്ലോ ഒരു വലിയൊരു ബൂം വന്ന് OTT. അതൊന്നും കുറഞ്ഞല്ലോ ഇപ്പം. എല്ലാ പ്രോജക്ട്സും ഇപ്പം പോകുന്നില്ല. എല്ലാ സിനിമകളും അവർ എടുക്കുന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനുണ്ട് ആക്ച്വലി പറഞ്ഞാൽ. അപ്പം നമ്മൾ അത്രയും കോൺഫിഡൻസ് ഉള്ള പ്രോജക്ട്സ് നന്നായിട്ട് പോകും എന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ. അതെ അതെ, ഫുൾ നമ്മളെ കഥ കേൾക്കുമ്പോൾ നമുക്കിപ്പം കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്കറിയാം ഇത്ര നൈറ്റ് ഷൂട്ട് ഉണ്ടാവും, ഇത്ര ഡേ, നമ്മളിങ്ങനെ മനസ്സിൽ കാണുമല്ലോ ഓരോന്ന് എക്സ്ട്രാ പറയുമ്പോൾ ഇത് അതിന് വേണ്ടി. അപ്പം അങ്ങനെയായി. പണ്ട് നമ്മൾ കഥ കേൾക്കുമ്പോൾ അത്രയും അങ്ങോട്ട് പോകും. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാവും, അതവിടെ കോസ്റ്റ് വരുന്ന ഏറിയ, ഇവിടെ കോസ്റ്റ് വരുന്നത്, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഈ കഥ ഭയങ്കര രസമായിരിക്കും, ഇത് തിയേറ്റർ നന്നായിട്ട് പോകും എന്ന് തോന്നും എന്ന് പ്രോജക്ട്സ് അങ്ങനെ പിടിക്കുന്നു. ഇനി അങ്ങനെ നോക്കുന്നുള്ളൂ. മിന്നൽ മുരളിയിൽ ഏറ്റവും എക്സ്പെൻസീവ് ഷോട്ട് ക്ലൈമാക്സ് ആയിരുന്നു. ഭയങ്കര ബഡ്ജറ്റ് കയറിയായിരുന്നു. കാരണം ആ ഒരു ഹോൾ ഏരിയയിൽ ലൈറ്റിങ്ങും അതൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഡെയിലി ഭയങ്കര കോസ്റ്റായൊരു ഏരിയ ആയിരുന്നു. അതിനൊരു പാർട്ട് 2 ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല, ഉടനെ ഇല്ല. പിന്നെ കുറേ വേറെ നല്ല സിനിമകളുണ്ട് ഓൾറെഡി. ചേച്ചി തമിഴ്, ഹിന്ദി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നെ കുറച്ച് പേരൊക്കെ തമിഴിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം തമിഴ് പ്രോജക്ട്സ് കഥയുണ്ടെങ്കിൽ. പക്ഷെ നമ്മളൊന്നും അവിടുത്തെ ഒന്നും നമുക്ക് അറിയില്ലല്ലോ, ബിസിനസ് ഒന്നും അറിയാത്തൊരു പണി ചെയ്യാതിരിക്കാന്നൊക്കെ. അതെ അതെ. പിന്നെ കുറേ പ്രൊഡക്ഷൻ ഹൗസസ് മലയാളത്തിൽ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ ഇവിടെ കുറേ നല്ല കോണ്ടന്റ് വൈസ് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്, നന്നായിട്ട് തിയേറ്ററിൽ പെർഫോം ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി എക്കോ ഒക്കെ നന്നായിട്ട് പോയി, നല്ല മൂവിയല്ലേ. ഈ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക, കാരണം അത് ജനറലി നടക്കാത്തൊരു കാര്യമാണ്. പുതിയ കഥകൾ കേൾക്കുമ്പോൾ അവരെ കൂട്ടുന്ന വിഷ്വലൈസ് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ സോഫിയ പോൾ ഇല്ലെങ്കിൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റിസ്ക് ഫാക്ടർ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ആണോ അതോ ചേച്ചിയുടെ ഒരു ഇൻറ്റ്യൂഷൻ ആണോ, അതൊരു ടീം വർക്കാണോ പ്ലാൻ ചെയ്യുന്നത്? അല്ല, നമ്മൾ കഥ മീൻസ് ഈ ഇൻഡസ്ട്രിയിലുള്ളവരുടെ എല്ലാവരുടെയും കേൾക്കും. നമുക്ക് അങ്ങനെയൊന്നുമില്ല. കഥ നല്ലതായിട്ട് നമുക്ക് അവരൊരു സിനോപ്സിസ് ഒക്കെ അയച്ചു തരും. പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ 4 കഥയൊക്കെ ഇരുന്ന് കേൾക്കുമായിരുന്നു. പിന്നെ അതൊരു വലിയൊരു ജോലി പോലെയായി. അപ്പം പിന്നെ മോനും മോളും ഒക്കെ കേൾക്കും. പിന്നെ ഇപ്പം നമുക്കിതൊരു ഡെയിലി ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ അവരോട് സിനോപ്സിസ് അയക്കാൻ പറയും. അപ്പോൾ അത് വായിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വിളിക്കും. അങ്ങനെ കുറേ ഒരു വലിയൊരു പ്രോസസ്സാണല്ലോ ഇത്. കാരണം നമ്മളൊരു എത്രയോ കഥ കേട്ടിട്ടല്ലേ ഒരു കഥ. ചേച്ചിക്ക് കഥ മിസ്സായി പോയിട്ടുണ്ടോ? മിസ്സല്ല, നമ്മുടെ അടുത്ത് വന്നിട്ട് പോയിട്ടുള്ള സിനിമകൾ ഉണ്ട്, നന്നായി പോയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പിന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? ഇല്ല, നമ്മൾ അത് നമ്മുടെ ഇറ്റ്സ് നോട്ട് ആ കപ്പ് ഓഫ് ടീ, അങ്ങനെ വിട്ടുകളയത്തുള്ളൂ. അത് പിന്നെ വേറെ സിനിമകൾ റെഫറൻസ് ആയിട്ട് വരുമ്പോഴോ ലൈഫിൽ വേറെ അധ്യായങ്ങൾ വരുമ്പോഴോ ആ റെഫറൻസ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എക്സ്ട്രാ വിലയില്ല, അങ്ങനെ ചെയ്യത്തില്ല. ഇറ്റ് വാസ് നത്തിങ്. ഭയങ്കര ഒരു വിലയിരുത്തലാണ്. കാരണം ഇതേപോലെ ഞാൻ ഒരുപാട് സെഷൻസിലൂടെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ചേച്ചിയുടെ ഒരു ഓറ എന്ന് പറയുന്നത് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ് എന്നുള്ളതാണ്. അതെ അതെ എനിക്ക് കൂടുതലും പോസിറ്റീവ്. എനിക്ക് നെഗറ്റീവ് പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാൻ പറയുന്നു ഒന്നും പോസിറ്റീവ് എന്ന് അങ്ങനെ തന്നെ പറയും. എന്തെങ്കിലും വരുമ്പോൾ ഞാൻ പറയും കളഞ്ഞേര് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. യെസ് ഷുവർ ചെയ്യാറുണ്ട്. ചേച്ചി ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ആക്ച്വലി റിലേറ്റഡ് ടു എന്തെങ്കിലും ചേച്ചിക്ക് പ്രഷറോട് പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും പോസിറ്റീവ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോവുക. എന്തായാലും ഓവർകം ചെയ്തല്ലേ പറ്റൂ. നമുക്ക് അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് നിൽക്കാനും പറ്റില്ലല്ലോ. സോ അതിനെ ഓവർകം ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് എന്താണ് നമുക്ക് ഉള്ള ഒരു എന്താ പറയുക പോസിറ്റീവ് എന്താ ചെയ്യാനുള്ളതെന്നുള്ള ചിന്തിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും അങ്ങ് വാക്ക് അവേ ചെയ്ത് കളയും. സജഷൻസ് പോലും പറയാൻ അങ്ങനെയില്ല. നമ്മളത് ഒരുപാട് ദിവസം ക്യാരി ചെയ്യില്ല. അതിഷ്ടമല്ല. അതിനെ അങ്ങ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ബോഡിക്ക് അതൊരു ഇതല്ലേ, ഡിസ്കംഫേർട്ടല്ലേ. അതെനിക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് ദുബായിലോട്ടൊക്കെ? ദുബായിൽ ഉണ്ട് പോകണം. എൻ്റെ കൊച്ചു മോളുണ്ടല്ലോ, രണ്ടാമത്തെ കെവിൻ്റെ കുഞ്ഞുമോള് എലനോർ എന്ന പേര്. ഞങ്ങൾ നോറാബി എന്നാണ് വിളിക്കുന്നത്. അപ്പം നോറാബിയെ മിസ് ചെയ്ത് ഇപ്പോൾ പോയതേ ഉള്ളവരെന്നാലും അവൾ മിസ് ചെയ്യും. അവളിങ്ങനെ വീഡിയോ കോളിൽ വരുമ്പോൾ അവൾ 9 മാസമേ ആയുള്ളൂ. പോകണം. ഗ്രാനി റോള് ഗ്രാൻഡായിട്ട് ഹാൻഡിൽ ചെയ്യാണ്. പേരക്കുട്ടികളൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ എനിക്കൊന്ന് വണ്ടി എടുത്ത് വരുമായിരിക്കും. അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാറൊക്കെ. പിന്നെ ഞാനിപ്പോൾ പോകുമ്പോഴും അവർക്ക് കുറേ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് ഐസ് ബാഗിൽ വെച്ചാൽ കൊടുത്തു. ചേച്ചിക്ക് ഒരു ടീ ബ്രേക്ക് പോവാണ് ഞാൻ. ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ സാധനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. Welcome back to Shine with Nalin. Today you are listening to the stories of the most celebrated entrepreneur, women entrepreneur in the film industry, the producer of weekend blockbusters, Sophia Paul. ഇന്ന് ചേച്ചിക്ക് വേണ്ടി കുണ്ട്രക്കാരനായ ഞാൻ എൻ്റെ ഫേവററ്റ് എള്ളുണ്ട എന്ന് പറയും. ഈ എള്ളുണ്ടയാണ് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളത് കേരളത്തിൽ. പലരും കഴിച്ചിട്ട് ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചിയും എള്ളുണ്ട കഴിച്ചിട്ടുണ്ടാവാം. ഇതാണ് ആ എള്ളുണ്ട, സംഭവ ബഹുലമായ എള്ളുണ്ട. അതെ, കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കഴിച്ചു. എള്ള് സ്പ്രൗട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് സ്പെഷ്യാലിറ്റി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വേറൊരു ടേസ്റ്റ്. അതെ, അത് പട്ടി അറിയാൻ കൊള്ളാം. ഇതാണ് എള്ളുണ്ട. യഥാർത്ഥത്തിൽ ഭയങ്കര ഔഷധ ഗുണങ്ങളാണ് എള്ളിന്, അറിയാലോ ചേച്ചി. അതിൻ്റെ കൂടെ എൻ്റെ ചേച്ചിക്ക് ഒരു ചെറിയ ബ്ലൂ ടീ ആംബ്രോസി. അതെ, ഈ പോഡ്കാസ്റ്റ് വരുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ളതാണ്. ബ്ലൂ ടീ എന്ന് പറയുമ്പോൾ ബ്ലൂ ടീ ബേസിക്കലി വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ടീ ഇൻ ദ വേൾഡ്. ഇതിന് ബട്ടർഫ്ലൈ ബ്ലൂ പീ ഫ്ലവർ, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ശംഖുപുഷ്പം. അതാണോ? ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ നാടിൻ്റെ അവല് വിളയിച്ചത് ഒരു റിച്ച് ഫോർമാറ്റിൽ ചെയ്തിരിക്കുന്നു. കുറച്ച് ബദാമൊക്കെ ചേർത്ത്. അപ്പം ഹെൽത്തിയാണ്. നല്ല ഹെൽത്തി കോൺവെർസേഷന് ഇച്ചിരി ഹെൽത്തി ഫുഡ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ചേച്ചി അങ്ങനെ കുട്ടികളുടെ ഡയറ്റ് ശ്രദ്ധിക്കാറുണ്ടോ? മാക്സിമം വീട്ടിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ സ്റ്റാൻഡേർഡൈസേഷൻ. എനിക്കതാ ഇഷ്ടം. കുട്ടികൾക്കാണെങ്കിലും പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് അല്ല, മാക്സിമം ഞങ്ങൾ വീട്ടിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊച്ചിയിൽ വരുമ്പോഴും ഞാൻ കുക്ക് ചെയ്യും. ഫാമിലി മൊത്തം. കാരണം ഇപ്പം ചേച്ചിക്ക് പേരക്കുട്ടിയുണ്ട്, മരുമകളുണ്ട്, മക്കളുണ്ട്. വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് ആകാം, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. കാരണം ജപ്പാനിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ബ്രോക്കലി, മഷ്റൂം. കുട്ടികൾ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഇഫ് യു ട്രാവൽ യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട്. ഇവിടുത്തെ കുട്ടികളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ലേസ്, പറയുന്ന കിറ്റ്കാറ്റ്, അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ പേരക്കുട്ടികളെ നോക്കുമ്പം ഇല്ലെങ്കിൽ മക്കളെ നോക്കുമ്പോൾ അവരുടെ അടുത്ത് ചേച്ചി പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? അതോ അവരങ്ങനെ അറിയാമല്ലോ, അതറിയാം. പിന്നെ മോള് തന്നെ എൽഡസ് ഉണ്ട്, മോള് അമ്മു
അവള് കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട് ചോറ് കൊടുക്കുമ്പോൾ അവിയൽ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ഒരു ഹെൽത്തി ഈറ്റിംഗ് പിന്നെ അവള് കൂടുതൽ ഏറ്റവും ഇഷ്ടം അവൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാനാ. ഭയങ്കര മാൻഡേറ്ററി അല്ലേ ചേച്ചി? അല്ലേ? ശരിയല്ലേ? സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇപ്പോഴും കാണുന്നത് അവൾക്ക് ഫ്രൂട്ട്സാണ് കഴിക്കാൻ കൊടുക്കുന്നത്. നമ്മളെല്ലാം പണ്ട് ചെറുതിൽ ചായയും പപ്സൊക്കെ ഇല്ല, അവൾക്ക് അതൊന്നും വേണ്ട, ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി. ഭയങ്കര ഫോട്ടോ പോസ്റ്ററാണല്ലോ. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അവളായിട്ട് പിക്ചേഴ്സ് എടുക്കണം. അപ്പം ഞങ്ങൾ രണ്ടും ഭയങ്കര ഫോട്ടോസ് എടുക്കും. പുള്ളിക്കാരി ഒന്ന് പോസ്റ്റ് ചെയ്ത് തരും. അതെ, ഭയങ്കര സ്മാർട്ട് ആള്. റൈറ്റിങ്ങിലോട്ടൊക്കെ വരുമോ? ഞാനോ? ഇല്ല, നമ്മൾ സജഷൻ നമുക്ക് തോന്നുന്ന ഒരു കഥ കേൾക്കുമ്പോൾ എവിടെയാണ് പ്രശ്നം എന്ന് തോന്നുന്നത് നമ്മൾ പറയും. അല്ലാണ്ട് ചേച്ചിക്ക് അങ്ങനെ റൈറ്റിങ്ങിനോട്? മോനൊക്കെ എഴുതും. കാരണം എൻ്റെ ബ്രദർ റൈറ്ററാണ്, 2 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഞങ്ങൾ ബ്രദർ ഇപ്പം 3ാമത്തെ പുള്ളി എഴുതി തീർന്നു. പുള്ളിയുടെ ഒരെണ്ണം വന്ന് ഷാഡോസ് എന്നും പറഞ്ഞിട്ട്, പിന്നെ ഇപ്പം 2ാമത്തത് ഇറ്റ്സ് ലൈക്ക് മാധവി, ഫീമെയിൽ ക്യാരക്ടറാണ്. ആ ബുക്ക് റിലീസ് ചെയ്ത്. അത് നമ്മുടെ യയാതി രാജാവിൻ്റെ മകളുണ്ട് മാധവി, ആ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് എഴുതിയ സിനിമയാവട്ടെ. കുട്ടികൾ എഴുതുന്നതും സൂപ്പർ ഹീറോ ബേസ് ചെയ്തിട്ടായിരിക്കും സിനിമ. മൂത്ത ആൾക്കാണ്, ഒരാളെ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ പറയുന്നില്ല, ലേറ്റ്. അവരൊക്കെ കുട്ടിക്കാലത്ത് ഇത് കണക്ക് സ്കൂളിലും കോളേജസിലും ഒക്കെ പെർഫോം ചെയ്യാറുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ട്. സിംഗിങ്ങും സ്പോർട്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിലാരാണ് ഏറ്റവും വലിയ കോമഡി താരം? അവർ രണ്ടുപേരും ഭയങ്കര ഒരു പോളേട്ടൻ എങ്ങനെ? സൈലന്റ് ആണോ? അയ്യോ അല്ല, ഭയങ്കര ബഹളം വെക്കുന്ന ആളാണ്. പോളേട്ടൻ ഉണ്ടെങ്കിൽ പാർട്ടി ഓണാവും. അതെ, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ കസിൻസ് ഉണ്ട്, എൻ്റെ ഫാമിലി ഫാദറിൻ്റെ സൈഡിലെ കസിൻസ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫാമിലി ഗ്യാതറിങ് ചെയ്യും. ഞങ്ങളെല്ലാവരും ഭയങ്കര ബഹളം വെക്കുന്ന ആൾക്കാർ. പാർട്ടി കൂടുമ്പോൾ ഭയങ്കര പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാൻ. അപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന പുള്ളിയാണ്. നമുക്ക് കൂടാൻ വിളിച്ചിട്ട് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും മസ്റ്റാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ന്യൂ ഇയറിന് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ട്രിപ്പിന് പോകും ഒരുമിച്ച്, ആ കസിൻസ് എല്ലാം കൂടെ. ഞങ്ങൾ ഈ ഇടയ്ക്ക് കൂർഗിൽ പോയായിരുന്നു എല്ലാവരും കൂടെ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പറയണത് ആലപ്പുഴയിൽ ഒരു ബോട്ട് ഹൗസിൽ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങളെല്ലാവരും കൂടെ. എൻ്റെ അടുത്ത് വരണം ഒരു ദിവസം ഫുഡ് കഴിക്കാനാണ്. ആ കസിൻസ് എല്ലാവരും കൂടെ ഒത്തു കിട്ടണം. ഇപ്പം കുറച്ച് പേരൊക്കെ ഇപ്പം എല്ലാവരും ഒരു പ്രാവശ്യം പോളേട്ടൻ എല്ലാവരെയും കൂടെ അറേഞ്ച് ചെയ്ത് കൊല്ലത്തുണ്ടാകുന്ന സമയത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോളേട്ടൻ്റെ വിവരമൊന്നുമില്ല. ഇനി ഞങ്ങളൊരു ദിവസം എല്ലാവരും കൂടെ വരാം. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് കണക്ക് വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഡെൻസിറ്റി ഉള്ള റിലേഷൻഷിപ്പുകളുണ്ടോ, അതോ ജസ്റ്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്? അല്ല, കുറേ പേരായിട്ടൊക്കെ നല്ല ക്ലോസ് ആണ്, നമുക്ക് സംസാരിക്കാനും ഒക്കെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ട്. ഫേവറേറ്റ് ഹീറോ? ഫേവറേറ്റ് ഹീറോ മലയാളം ചോദിച്ചാൽ മോഹൻലാൽ തന്നെ. പിന്നെ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ വെച്ചൊരു സിനിമയൊക്കെ ചെയ്യണം, ഒരു ഗസ്റ്റ് റോളിൽ കൊണ്ടുവന്നാലും മതി. മലയാളത്തിൽ അങ്ങനെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പറയുകയൊക്കെ ചെയ്താൽ. കാരണം ഒരു 90s ഒക്കെ പുള്ളിയുടെ ഒരു കാലഘട്ടമായിരുന്നല്ലോ ഭയങ്കര. ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ചേച്ചി സിനിമ പ്ലാൻ ചെയ്യുമോ? ആഗ്രഹമുണ്ട്, അതനുസരിച്ചുള്ള നല്ല കോണ്ടന്റ് വരണം. ലോക ഒരു അങ്ങനത്തെ അങ്ങനെയൊക്കെ അത് നല്ലൊരു ഇതല്ലേ ഫീമെയിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള. പിന്നെ ഡെഫിനറ്റ്ലി ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ബെഞ്ച് മാർക്ക് മൂവിയായിരുന്നു. ആ സിനിമ കാണുമ്പോൾ അത് കണക്കൊരു ഫീമെയിൽ ക്യാരക്ടറിനെ. പണ്ട് ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമ ചേച്ചി കണ്ടിട്ടുണ്ടോ? അത് എൻ്റെ ബ്രദറിൻ്റെ മൂവിയാണ് ഗാന്ധാരി. പോളേട്ടൻ്റെ ബ്രദറിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷ പിക്ചേഴ്സ്, അവരുടെ അത് സൂപ്പർ ഹിറ്റ് അല്ലായിരുന്നു? പിന്നെ മാധവി. അത് കണക്കൊക്കെ സിനിമ ചെയ്യാത്ത എന്താ വരണം, കഥ വരണം അല്ലേ? ഒരു 5 പേരെ വെച്ച് മറ്റേ കൗരവറയൊക്കെ പോലെ അല്ലേ, ഒരു ഗ്യാതറിങ് മൂവിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തോളൂ. നമുക്കൊക്കെ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അന്ന് നല്ല ഒരു എന്താ പറയണ്ട, നമുക്ക് ഒരു ഇത് നല്ലതായിട്ട് നല്ലൊരു സിനിമയാകും എന്ന് തോന്നേണ്ട ഒരു കോണ്ടന്റ് വരണമല്ലോ, വരുന്നില്ല. സ്ക്രിപ്റ്റ് റൈറ്ററിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പറയാറുണ്ടോ ഈ സിനിമ റെഫറൻസ് വെച്ചിട്ടൊക്കെ ഒന്ന്? അങ്ങനെ ചെയ്യത്തില്ല, ഇല്ല, ഇതുവരെ അങ്ങനെയില്ല. ഞാൻ ഒരുപാട് ആദരവോടുകൂടിയും ഒരുപാട് ആരാധനയോടുകൂടിയും കാണുന്ന എൻ്റെ ചേച്ചി ഈ പോഡ്കാസ്റ്റിൽ വന്നതിൽ എനിക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ശകലം അവല് വിളയിച്ചത് കഴിച്ചു ഒരു സ്പൂൺ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാൻ ബോറടിപ്പിച്ചില്ല. ഇല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല പഴയ കാലഘട്ടങ്ങളിൽ ഡിഫറെന്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. തങ്കശ്ശേരി സ്കൂള്, അവിടെ ഒരു ഗുജറാത്തി ഷോപ്പ് ഉണ്ട്. അതെ, ഒരുപാട് സന്തോഷം.
ഐ തിങ്ക് ദ കോൺവെർസേഷൻ വാസ് വെരി നൈസ്. ഒരുപാട് പേർക്ക് ചേച്ചി ഒരു റെഫറൻസ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ പോഡ്കാസ്റ്റിലേക്ക് വിളിച്ചത്. കാരണം ആണ് ചേച്ചി എങ്കിൽ പോലും ചേച്ചിയുടെ ഫ്രം ദ മൗത്ത് ഓഫ് ദ ഹോസ് എന്നാണല്ലോ അല്ലേ, ചേച്ചിയുടെ വായിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ. കാരണം ഇറ്റ്സ് നോട്ട് എൻ ഈസി ജേർണി, ഇറ്റ് ഈസ് കാൽക്കുലേഷൻസ് അല്ലേ, ഇറ്റ്സ് ഇൻറ്റ്യൂഷൻ, ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. അപ്പോൾ ചേച്ചി പറഞ്ഞ കണക്ക് ചേച്ചിയുടെ പ്രൊഡ്യൂസറിൻ്റെ ഗ്ലാമർ വേഷമേ എല്ലാവരും കാണുന്നുള്ളൂ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ 2 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യുന്നില്ലേ, 1 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യുന്നില്ലേ, 10 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരടുത്ത് പറയാറുണ്ട്, ഉസൈൻ ബോൾട്ട് 2 വർഷം കിളച്ചത് നീ ഒന്നും കാണുന്നില്ല, 2 മിനിറ്റ് ഓടിയതേ കണ്ടോളന്ന് അല്ലേ. എല്ലാം ഹാർഡ് വർക്ക് ആണല്ലോ എൻ്റെ പിന്നെ അല്ലേ. ഒരു സ്റ്റോറി കേൾക്കുക എന്ന് പറയാ നമുക്ക് വലിയ പ്രോസസ്സ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മളൊരു കഥ കേട്ട് പിന്നെ അതിൻ്റെ ആ ഷൂട്ടിംഗ് പ്രോസസ്സ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. കാരണം നമ്മളും കഥ കേൾക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഈ സിനിമ ഇങ്ങനെ ആവുമോ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് പിന്നെ ആ പ്രോസസ്സ് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഭയങ്കര നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആണത് ആ പ്രോസസ്സിൽ. പിന്നെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പോകണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്നും. ഇത്രയും ചാർട്ട് ചെയ്യുന്നത് ഈ ദിവസം തീർന്നില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. ഡിസിപ്ലിൻ അല്ലേ. അതെ അതാണ് ആ ടീമിന്റെ ഗുണമാവണം. ആ ഒരു ടീം വർക്കാണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് നിന്നാലേ അത് തീരുള്ളൂ. ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓരോ പ്രോജക്റ്റും പുതിയ ടീമാണല്ലോ. അപ്പം ഇപ്പം ഈ ചെയ്യുന്ന ടീം നല്ല ടീമാണ്. ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വരട്ടെ ചേച്ചി, നന്നായി വരട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ കണക്ക് കോസ്മിക് സാംസൺ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ, ഒരു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ. കൊല്ലത്തിൻ്റെ ഒരു അഭിമാനമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മജസ്റ്റിക് ലേഡിയെ എനിക്കിവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലുണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ്. എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി മൗണ്ട് കാർമലിൽ ഇൻഫൻറ്റ് ജീസസും കൂടെ ഒരുമിച്ചിട്ടൊരു ബിഗ് ബാഷ് പോലെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് മീൻസ് സ്കൂളിൽ നിന്ന് ഓരോ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർ എനിക്കും മുകേഷാണ് തന്നതൊക്കെ. ഒരു സ്പെഷ്യലായിട്ട് എല്ലാവരും സ്വന്തം തങ്കശ്ശേരിയിൽ സ്കൂളിൽ. അപ്പം ഭയങ്കര സന്തോഷം തോന്നിയത് കേട്ടോ. അത് ഈ വർഷത്തെ എൻഡിൽ ലാസ്റ്റ് കിട്ടിയൊരു 25 കിട്ടിയ ബെസ്റ്റ് ഒരു ഗിഫ്റ്റായിരുന്നു. ഓർമ്മകളാണ്. തങ്കശ്ശേരി ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കുറച്ച് ഫ്രണ്ടോട്ട് പോകുമ്പോൾ അവിടെ ഒരു മുറുക്കാൻകട ഉണ്ടായിരുന്നു. ചേച്ചിക്ക് അത് ഓർമ്മയുണ്ടോ? അറിയാം. നമ്മൾ അവിടെ ഒരു ഗുജറാത്തി ഷോപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. സിപ്പപ്പ് പോയി മേടിക്കും. പിന്നെ അവിടെ ഈ ബബിൾ ഗം ഇല്ലേ, പണ്ടിങ്ങനെ മിഠായി പോലെ പൊതിഞ്ഞ ബബിൾ ഗമ്മാണ്. അപ്പോൾ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പം വൈറ്റ് അങ്ങനെ കിട്ടാറില്ല. അപ്പം അവർ പറയും വൈറ്റാണ് കിട്ടുന്നെങ്കിൽ ഒരു ബബിൾ ഗം ഫ്രീ. അങ്ങനെ അന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ ലക്കിനൊരു വൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വൈറ്റ് അപ്പൊ പുള്ളിയൊരെണ്ണം ഫ്രീ തരും. അതൊക്കെ ഞാൻ ആലോചിക്കും. പിന്നെ ചെയ്യും ഡെഫിനറ്റ്ലി. പിന്നെ സിപ്പപ്പ് കഴിക്കുക. പിന്നെ അങ്ങ് ആ ഷോപ്പേ ഉള്ളൂ. നമ്മൾ എല്ലാം ഉണ്ടല്ലോ അവിടെ. ഇപ്പോൾ നമ്മൾ പിള്ളേരൊരു പെൻസിൽ വെച്ചൊരു ബോക്സ് പെൻസിലൊക്കെ അല്ലേ, നമ്മൾ അന്ന് ഒരു പെൻസിലല്ലേ വാങ്ങിക്കുള്ളൂ. അത് തീർന്നിട്ടല്ലേ ഉള്ളൂ. ഗൾഫിൽ നിന്നൊരു ബോക്സ് ഉണ്ട്, മാഗ്നറ്റ് ഒട്ടിച്ച് പ്രത്യേക മണമാണ്. ക്ലാസ്സിലെ കൊണ്ട് ജാട കാണിക്കും. പിന്നെ അന്ന് ഈ നെയിം സ്ലിപ്പ് ഒട്ടിക്കുക എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കാലത്ത് ഓർമ്മകളാണ്. ഒരുപാട് കാര്യങ്ങൾ. അന്ന് ചേച്ചിയുടെ പാരൻസ് നാട്ടിലല്ലേ, ചേച്ചി പിന്നല്ലേ NRI ആവുന്നത്. അപ്പോൾ ചേച്ചിയുടെ പഠിക്കുന്നതിൽ NRI പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബോർഡേഴ്സൊക്കെ ഒരുപാട് പേരുടെ പാരൻസ് ഗൾഫിലുള്ളവരുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ ബോർഡിങ്ങിൽ നിന്ന്, അപ്പം കുറച്ച് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡേഴ്സ് ഇങ്ങനെ ഈ പെൻസിൽ ബോക്സും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരു അഡ്മിറേഷൻ ഫീൽ ചെയ്യും. അതെ ഒരു ഡിഫറെൻ്റ് ആണല്ലോ, അവരുടെ ഇരിക്കുന്ന സാധനങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ പുറത്തുനിന്ന് വരുന്നത്. മറ്റേ കട്ടർ ഇങ്ങനെ കറക്കുന്ന അല്ലേ, പെൻസിൽ കട്ടർ, ഇതെല്ലാം കൊണ്ടുപോകും ഒരു കാലഘട്ടം. ഇന്നിപ്പോൾ പിള്ളേർക്കൊന്നും ഇതിന് യാതൊരു വിലയില്ല. നമ്മൾക്കൊരു പെൻസിൽ ഷാർപ്പനർ അല്ലേ, നമ്മളെ പെൻസിൽ ബോക്സ്, ഈ ഓർമ്മകളെല്ലാം. അതെ, നൊസ്റ്റാൾജി, ഇതെല്ലാം ബേസ് ചെയ്തിട്ടൊക്കെ ഒരു പടം വരണം, ഈ ഓർമ്മകളെല്ലാം വെച്ചിട്ട്. കാരണം ഞാൻ അറിയാവുന്നൊരു പറയാം, ട്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറീസാണ്, നമ്മുടെ ഓൾഡ് മെമ്മറീസ്. ഇന്ന് ഇപ്പോൾ ലണ്ടനിൽ പോയാലും പഴയതൊക്കെയാണ് അവർ പ്രൊക്യൂർ ചെയ്ത് അല്ലേ അവർ വെച്ച് നമ്മളെ എല്ലാം ഉടച്ച് കളയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു വിഷമമായെന്ന് പറയുന്നത് ഒരു ജനറലിനെ പരിചയപ്പെട്ട 150 വർഷം പാരമ്പര്യമുള്ള ഗുജറാത്തി ഫാമിലിയിലുള്ള, അത് പുള്ളിക്ക് ആ മാൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിമോളിഷ് ചെയ്യണം. 150-year-old മാൻഷൻ. അപ്പോൾ എനിക്കത് ഭയങ്കര, ഞാൻ പറഞ്ഞ പുള്ളി ജനറലാണ്, ഈസ് എ വെരി മച്ച് ഡിപ്ലോമാറ്റാണ്, ഒരു ഇന്ത്യൻ
ഡിപ്ലോമാറ്റാണ്. പക്ഷേ കാൺ ഹെൽപ്പ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെ വരട്ടെ, നല്ല പഴയ ഓർമ്മകളൊക്കെ. അതെ. അതെ. വീണ്ടും ചേച്ചിയെയും കുടുംബത്തിനെയും എല്ലാം ഒരു ദിവസം റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇറ്റ് വാസ് നൈസ് കോൺവെർസേഷൻ. താങ്ക് യു സോ മച്ച്.